ഹായ്, അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് LDC 2024 അപ്പോൾ അതിൻ്റെ സിലബസ് വൈസാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ സിലബസിൽ ആദ്യം കൊടുത്തിരിക്കുന്ന ചരിത്രം എന്ന് പറയുന്ന സെക്ഷനിൽ 5 മാർക്കാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു 5 മാർക്കിൽ ആദ്യത്തേത് നമ്മുടെ കേരളത്തെക്കുറിച്ച് നോക്കണം. അത് കഴിഞ്ഞ് യൂറോപ്യന്മാരുടെ വരവ്, അത് കഴിഞ്ഞ് യൂറോപ്യന്മാരുടെ സംഭാവന, അത് കഴിഞ്ഞ് അങ്ങനെ പോകും. അപ്പോൾ നമുക്ക് ആദ്യം യൂറോപ്യന്മാരുടെ വരവും യൂറോപ്യന്മാരുടെ സംഭാവന എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കും ഇന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു യൂറോപ്യന്മാരുടെ വരവ് എന്ന് പറയുമ്പോൾ ഭൂമിശാസ്ത്രപരമായ കണ്ടുപിടുത്തങ്ങൾ തൊട്ട് നമ്മൾ തുടങ്ങേണ്ടതുണ്ട്. അപ്പോൾ തുടങ്ങാം. 15-ാം നൂറ്റാണ്ടോടെയാണ് ഭൂമിശാസ്ത്ര പര്യവേക്ഷണങ്ങൾക്കും സമുദ്രാന്തര യാത്രകൾക്കും തുടക്കം കുറിക്കപ്പെട്ടത്. അപ്പോൾ 15-ാം നൂറ്റാണ്ടോടെയാണ് ഭൂമിശാസ്ത്രപരമായ പര്യവേക്ഷണങ്ങൾക്കും സമുദ്രാന്തര യാത്രകൾക്കും തുടക്കം കുറിക്കപ്പെട്ടത്. പോർച്ചുഗലും സ്പെയിനുമാണ് ഇതിന് തുടക്കം കുറിച്ചത്. അപ്പോൾ പോർച്ചുഗലും സ്പെയിനുമാണ് ഈ ഒരു പരിപാടിക്ക് തുടക്കം കുറിച്ചത്. 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയതോടെയാണ് പുതിയ സമുദ്രപാതകൾ അന്വേഷിക്കുവാൻ യൂറോപ്യന്മാരെ പ്രേരിപ്പിച്ചത്. അപ്പോൾ 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയതോടെയാണ് പുതിയ സമുദ്രപാതകൾ അന്വേഷിക്കുവാൻ യൂറോപ്യന്മാരെ പ്രേരിപ്പിച്ചത്. തുർക്കിയിലെ കോൺസ്റ്റാന്റിനോപ്പിൾ വഴിയാണ് യൂറോപ്യന്മാർ കരമാർഗം ഏഷ്യയിലേക്ക് എത്തിച്ചേർന്നിരുന്നത്. അപ്പോൾ തുർക്കിയിലെ കോൺസ്റ്റാന്റിനോപ്പിൾ വഴിയാണ് യൂറോപ്യന്മാർ കരമാർഗം ഏഷ്യയിലേക്ക് എത്തിച്ചേർന്നിരുന്നത്. പോർച്ചുഗീസ് രാജാവായ ഹെൻറിയാണ് നാവികയാത്രകളെ വൻതോതിൽ പ്രോത്സാഹിപ്പിച്ചത്. അപ്പോൾ പോർച്ചുഗീസ് രാജാവായ ഹെൻറിയാണ് നാവികയാത്രകളെ വൻതോതിൽ പ്രോത്സാഹിപ്പിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി നോക്കാം. 15-ാം നൂറ്റാണ്ടോടെയാണ് ഭൂമിശാസ്ത്ര പര്യവേക്ഷണങ്ങൾക്കും സമുദ്രാന്തര യാത്രകൾക്കും തുടക്കം കുറിക്കപ്പെട്ടത്. പോർച്ചുഗലും സ്പെയിനുമാണ് ഇതിന് തുടക്കം കുറിച്ചത്. 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയതോടെയാണ് പുതിയ സമുദ്രപാതകൾ അന്വേഷിക്കുവാൻ യൂറോപ്യന്മാരെ പ്രേരിപ്പിച്ചത്. തുർക്കിയിലെ കോൺസ്റ്റാന്റിനോപ്പിൾ വഴിയാണ് യൂറോപ്യന്മാർ കരമാർഗം ഏഷ്യയിലേക്ക് എത്തിച്ചേർന്നിരുന്നത്. പോർച്ചുഗീസ് രാജാവായ ഹെൻറിയാണ് നാവികയാത്രകളെ വൻതോതിൽ പ്രോത്സാഹിപ്പിച്ചിരുന്നത്. ആധുനിക ഇന്ത്യാ ചരിത്രത്തിന് തുടക്കം കുറിച്ചത് യൂറോപ്യന്മാരുടെ ആഗമനമാണ്. അപ്പോൾ ആധുനികമായ ഇന്ത്യാ ചരിത്രത്തിന് തുടക്കം കുറിച്ചത് ആരുടെ ആഗമനമാണ്? യൂറോപ്യന്മാരുടെ ആഗമനമാണ്. അതിൻ്റെ മാറ്റങ്ങളൊക്കെ നമ്മൾ വരുന്ന ഇതിൽ നോക്കും. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. അപ്പോൾ കടൽ മാർഗം, കടൽ വഴി ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാരാരാണ്? പോർച്ചുഗീസുകാരാണ്. യൂറോപ്യന്മാരുടെ കടൽ മാർഗമുള്ള ഇന്ത്യയിലെ ആഗമനത്തിന് വഴിതെളിച്ചത് നമ്മൾ നേരത്തെ പറഞ്ഞ 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തത് കൊണ്ടാണ് യൂറോപ്യന്മാർക്ക് കടൽ മാർഗം ഇന്ത്യയിലേക്കുള്ള വരവിന് വഴിതെളിച്ചത്. ഇന്ത്യ കണ്ടെത്തുവാനുള്ള ഔദ്യോഗിക ശ്രമം ആരംഭിച്ചത് കൊളംബസ് ആണ്. അപ്പോൾ ഇന്ത്യ കണ്ടെത്താനുള്ള ശ്രമം ആദ്യമായിട്ട് ആരംഭിച്ച വ്യക്തി ആരാണ്? കൊളംബസ് ആണ്. എന്നാൽ ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ ആരാണ്? അറബികളാണ്. ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികളാണ് അറബികൾ. ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് നാവികനാണ് ബർത്തലോമിയ ഡയസ്. അപ്പോൾ ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് നാവികനാരാണ്? ബർത്തലോമിയ ഡയസ് ആണ്. ഇന്ത്യയിലെ പോർച്ചുഗീസ് ചരിത്രം രേഖപ്പെടുത്തിയ വ്യക്തിയാണ് ജെയിംസ് കൊറിയ. അപ്പോൾ ഇന്ത്യയിലെ പോർച്ചുഗീസുകാരുടെ ചരിത്രം രേഖപ്പെടുത്തിയ വ്യക്തി ആരാണ്? ജെയിംസ് കൊറിയ എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യൻ ശക്തികൾ കറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ. അപ്പോൾ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യൻ ശക്തികളാണ് പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ. അപ്പോൾ ഇതെല്ലാം യൂറോപ്യൻ ശക്തികളാണ്. അപ്പോൾ ഇവരുടെ വരവോടുകൂടിയാണ് ആധുനിക ഇന്ത്യാ ചരിത്രത്തിന് തുടക്കം കുറിച്ചത്. അപ്പോൾ ഈ ഒരു പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ ഇത് ഓർക്കാനായിട്ട് പോ ഡ ബി ഫെ എന്ന് പറയുന്ന ഒരു കോഡിലൂടെ പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ ഇത് നമുക്ക് ഓർക്കാൻ പറ്റും. അതിൽ ആദ്യത്തെ അക്ഷരം പോ ഡ ബി ഫെ. അപ്പോൾ ഒന്നുകൂടി നോക്കാം. ആധുനിക ഇന്ത്യാ ചരിത്രത്തിന് തുടക്കം കുറിച്ചത് യൂറോപ്യന്മാരുടെ ആഗമനമാണ്. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. യൂറോപ്യന്മാരുടെ കടൽ മാർഗമുള്ള ഇന്ത്യയിലേക്കുള്ള ആഗമനത്തിന് വഴിതെളിച്ചത് 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തത് കൊണ്ടാണ്. ഇന്ത്യ കണ്ടെത്താനുള്ള
ഔദ്യോഗിക ശ്രമം ആരംഭിച്ചത് കൊളംബസ് ആണ്. എന്നാൽ ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ അറബികളാണ്. ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് നാവികനാണ് ബർത്തലോമിയ ഡയസ്. ഇന്ത്യയിലെ പോർച്ചുഗീസ് ചരിത്രം രേഖപ്പെടുത്തിയ ആദ്യ വ്യക്തിയാണ് ജെയിംസ് കൊറിയ. അടുത്തതായിട്ട് നമുക്ക് പോർച്ചുഗീസുകാരെക്കുറിച്ച് നോക്കാം. ഇന്ത്യയിൽ കടൽ മാർഗം കച്ചവടത്തിനെത്തിയ ആദ്യ യൂറോപ്യന്മാർ. അപ്പോൾ യൂറോപ്യന്മാർ കുറച്ച് പേരുണ്ട്. അപ്പോൾ ആ യൂറോപ്യന്മാരിൽ ഇന്ത്യയിൽ കടൽ മാർഗം കച്ചവടത്തിനെത്തിയ ആദ്യ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. പള്ളി നിർമ്മാണത്തിലെ യൂറോപ്യൻ മാതൃക ഇന്ത്യയിൽ നടപ്പിലാക്കിയത് പോർച്ചുഗീസുകാരാണ്. അപ്പോൾ പള്ളി നിർമ്മാണത്തിലെ യൂറോപ്യൻ മോഡൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യനാണ് വാസ്കോഡ ഗാമ. അപ്പോൾ വാസ്കോഡ ഗാമയാണ് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ സ്കൂൾ സ്ഥാപിച്ചത് പോർച്ചുഗീസുകാരാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ സ്കൂൾ സ്ഥാപിച്ചതാരാണ്? പോർച്ചുഗീസുകാരാണ്. കേരളീയ മാതൃകയിൽ പോർച്ചുഗീസുകാർ കൊച്ചി രാജാവായ വീരകേരളവർമ്മയ്ക്ക് പണിതു കൊടുത്ത കൊട്ടാരമാണ് മട്ടാഞ്ചേരി കൊട്ടാരം. അപ്പോൾ കേരളീയ മോഡലിൽ പോർച്ചുഗീസുകാർ കൊച്ചി രാജാവായ വീരകേരളവർമ്മയ്ക്ക് പണിതു കൊടുത്ത കൊട്ടാരം ഏതാണ്? മട്ടാഞ്ചേരി കൊട്ടാരമാണ്. വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികരാണ് അൽവാരിസ് കബ്രാൾ. അപ്പോൾ 1500 വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ നാവികൻ ആൽവാരിസ് കബ്രാൾ. 1500 ഇയാൾ വന്നത്. ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയിയാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയിയായി നിയമിതനായ വ്യക്തിയാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഇന്ത്യയിൽ നീല ജലനയം അല്ലെങ്കിൽ ബ്ലൂ വാട്ടർ പോളിസി ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽമേഡ. അപ്പോൾ ഇന്ത്യയിൽ നീല ജലനയം കൊണ്ടുവന്ന വ്യക്തി ആരാണ്? അൽമേഡയാണ്. കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് നാവികനാണ് കബ്രാൾ. അപ്പോൾ കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് നാവികനാരാണ്? അൽവാരിസ് കബ്രാൾ. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ആദ്യ തലസ്ഥാനമായിരുന്നത് കൊച്ചിയാണ്. അപ്പോൾ പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ആദ്യ തലസ്ഥാനമായിരുന്നത് കൊച്ചിയാണ്. പിന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പിൽക്കാല തലസ്ഥാനമായിട്ട് അവർ തിരഞ്ഞെടുത്തത് ഗോവയാണ്. അപ്പോൾ പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ആദ്യ തലസ്ഥാനമാണ് കൊച്ചി. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പിൽക്കാല തലസ്ഥാനമായി മാറിയത് ഗോവയാണ്. അപ്പോൾ നമുക്ക് പോർച്ചുഗീസുകാരെക്കുറിച്ച് ഒന്നുകൂടി നോക്കാം. ഇന്ത്യയിൽ കടൽ മാർഗം കച്ചവടത്തിനെത്തിയ ആദ്യ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. പള്ളി നിർമ്മാണത്തിലെ യൂറോപ്യൻ മാതൃക ഇന്ത്യയിൽ നടപ്പിലാക്കിയതും പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിലെ ആദ്യ യൂറോപ്യൻ സ്കൂൾ സ്ഥാപിച്ചത് പോർച്ചുഗീസുകാരാണ്. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യനാണ് വാസ്കോഡ ഗാമ. കേരളീയ മാതൃകയിൽ പോർച്ചുഗീസുകാർ കൊച്ചി രാജാവായ വീരകേരളവർമ്മയ്ക്ക് പണിതു കൊടുത്ത കൊട്ടാരമാണ് മട്ടാഞ്ചേരി കൊട്ടാരം. വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് അൽവാരിസ് കബ്രാൾ. ഈ കബ്രാൾ 1500 വന്നത്. കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ചത് അൽവാരിസ് കബ്രാളാണ്. ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയിയാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഇന്ത്യയിൽ നീല ജലനയം പ്രഖ്യാപിച്ച പോർച്ചുഗീസ് വൈസ്രോയും അൽമേഡയാണ്. അപ്പോൾ വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് അൽവാരിസ് കബ്രാൾ. കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് നാവികൻ അൽവാരിസ് കബ്രാളാണ്. ഇന്ത്യയിൽ നീല ജലനയം ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽമേഡ. ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്ന വ്യക്തിയും അൽമേഡയാണ്. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ആദ്യ തലസ്ഥാനമായിരുന്നത് കൊച്ചിയാണ്. അത് കഴിഞ്ഞ് പിൻകാല തലസ്ഥാനമായിരുന്നത് ഗോവയാണ്. ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ടയാണ് മാനുവൽ കോട്ട. അപ്പോൾ ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ട ഏതാണ്? മാനുവൽ കോട്ടയാണ്. ഈ ഒരു മാനുവൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. എവിടെയാണ്? കൊച്ചിയിലാണ്. മാനുവൽ കോട്ട നിർമ്മിച്ച വർഷമാണ് 1503. അപ്പോൾ മാനുവൽ കോട്ട നിർമ്മിച്ച വർഷമാണ് 1503. ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ നിർമ്മിതിയാണ് മാനുവൽ കോട്ട. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ നിർമ്മിതിയാണ് ഇത് മാനുവൽ കോട്ട. മാനുവൽ കോട്ട അറിയപ്പെടുന്ന മറ്റു പേരുകളാണ്
അഴീക്കോട്ട, പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട. അപ്പോൾ മാനുവൽ കോട്ട അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് വൈപ്പിൻ കോട്ട, അഴീക്കോട്ട, പള്ളിപ്പുറം കോട്ട, ആയക്കോട്ട. കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് അൽമേഡയാണ്. അപ്പോൾ കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ച വ്യക്തിയാണ് അൽമേഡ. പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത് ബീജാപ്പൂർ സുൽത്താനിൽ നിന്നാണ്. അപ്പോൾ പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തു. എന്നിട്ടാണല്ലോ പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പിൽക്കാല തലസ്ഥാനം ഗോവയായത്. അപ്പോൾ പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത് ബീജാപ്പൂർ സുൽത്താനിൽ നിന്നാണ്. ഇന്ത്യയുമായി കച്ചവട ബന്ധം സ്ഥാപിച്ച കത്തോലിക്കൻ മതവിഭാഗക്കാരാണ് പോർച്ചുഗീസുകാർ. അപ്പോൾ ഇന്ത്യയുമായി കച്ചവട ബന്ധം സ്ഥാപിച്ച കത്തോലിക്കൻ മതവിഭാഗക്കാരാണ് പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസ് രാജാവ് ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമന് സ്ത്രീധനമായി നൽകിയ ഇന്ത്യൻ പ്രദേശമാണ് ബോംബെ ദ്വീപ്. അപ്പോൾ പോർച്ചുഗീസ് രാജാവ് ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമന് സ്ത്രീധനമായി നൽകിയ ഇന്ത്യൻ പ്രദേശമാണ് ബോംബെ ദ്വീപ്. 1513 പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് കണ്ണൂർ സന്ധി. അപ്പോൾ 1513 പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ ഒപ്പുവെച്ച സന്ധി ഏതാണ്? കണ്ണൂർ സന്ധിയാണ്. 1540 പോർച്ചുഗീസുകാരും കോഴിക്കോടും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് പൊന്നാനി സന്ധി. അപ്പോൾ 1540 പോർച്ചുഗീസുകാരും കോഴിക്കോടും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് പൊന്നാനി സന്ധി. പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായത് 1628. അപ്പോൾ പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായ വർഷമാണ് 1628. പോർച്ചുഗീസ് ഇന്ത്യയിലെ അവസാനത്തതും 128ാമത്തതുമായ ഗവർണർ ജനറലാണ് ആൻ്റോണിയോ വാസിലോ ഇ സിൽവ. അപ്പോൾ പോർച്ചുഗീസ് ഇന്ത്യയിലെ അവസാനത്തെയും 128ാമത്തതുമായ ഗവർണർ ജനറലായിരുന്നു ആൻ്റോണിയോ വാസിലോ ഇ സിൽവ. കേരളത്തിൽ പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ രചിച്ച കൃതിയാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. അപ്പോൾ കേരളത്തിൽ പോർച്ചുഗീസുകാരുടെ അതിക്രമങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ രചിച്ച കൃതിയാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. ഈ ഒരു പേരിൽ വേറെ കുറച്ച് ഉണ്ട്, അപ്പോൾ അതൊന്ന് കൺഫ്യൂഷൻ ആവാതിരിക്കട്ടെ. കേരളത്തിൽ പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ്റെ കൃതിയാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. അപ്പോൾ കേരളത്തിൽ പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ്റെ കൃതിയാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. അപ്പോൾ ഒന്നുകൂടി നമ്മുടെ ഈ ഒരു പോർച്ചുഗീസുകാരുടെ കാര്യങ്ങൾ നോക്കാം. ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ടയാണ് മാനുവൽ കോട്ട. മാനുവൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. മാനുവൽ കോട്ട നിർമ്മിച്ച വർഷം 1503. ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ നിർമ്മിതിയാണ് മാനുവൽ കോട്ട. മാനുവൽ കോട്ടയുടെ മറ്റു പേരുകളാണ് പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട, അഴീക്കോട്ട. കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് അൽമേഡയാണ്. പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത് ബീജാപ്പൂർ സുൽത്താനിൽ നിന്നുമാണ്. ഇന്ത്യയുമായി കച്ചവട ബന്ധം സ്ഥാപിച്ച കത്തോലിക്കൻ മതവിഭാഗക്കാരാണ് പോർച്ചുഗീസുകാർ. പോർച്ചുഗീസ് രാജാവ് ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമന് സ്ത്രീധനമായി നൽകിയ ഇന്ത്യൻ പ്രദേശമാണ് ബോംബെ ദ്വീപ്. 1513 പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് കണ്ണൂർ സന്ധി. 1540 പോർച്ചുഗീസുകാരും കോഴിക്കോടും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് പൊന്നാനി സന്ധി. അത് കഴിഞ്ഞ് പറഞ്ഞത് പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായത് 1628. അപ്പോൾ പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായ വർഷം എന്നാണ് 1628. പോർച്ചുഗീസ് ഇന്ത്യയിലെ അവസാനത്തെയും 128ാമത്തതുമായ ഗവർണർ ജനറലാണ് ആൻ്റോണിയോ വാസിലോ ഇ സിൽവ. അത് കഴിഞ്ഞ് പറഞ്ഞത് കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ച് പറയുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ്റെ കൃതിയാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. അടുത്തതായിട്ട് ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്ന വ്യക്തിയാണ് അൽബുക്കർക്ക്. അപ്പോൾ ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്ന വ്യക്തിയാണ് അൽബുക്കർക്ക്. അതുപോലെ തന്നെ ഇന്ത്യയിൽ മിശ്ര കോളനി സമ്പ്രദായം ആവിഷ്കരിച്ച വൈസ്രോയിയാണ് അൽബുക്കർക്ക്.
ഇന്ത്യയിൽ മിശ്ര കോളനി സമ്പ്രദായം ആവിഷ്കരിച്ച വൈസ്രോയിയാണ് ആര്? അൽബുക്കർക്ക്. അപ്പോൾ ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽബുക്കർക്ക്. മിശ്ര കോളനി സമ്പ്രദായം ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈസ്രോയി അൽബുക്കർക്കാണ്. കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് തലസ്ഥാനം മാറ്റിയ വ്യക്തി അൽബുക്കർക്കാണ്. ഗോവ പിടിച്ചെടുക്കുവാൻ നേതൃത്വം നൽകിയ വൈസ്രോയും അൽബുക്കർക്കാണ്. അപ്പോൾ ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകി അൽബുക്കർക്ക്. എന്നിട്ട് എന്ത് ചെയ്തു? കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് അയാൾ തലസ്ഥാനം മാറ്റി. കോഴിക്കോട് നഗരത്തെ ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽബുക്കർക്ക്. അപ്പോൾ കോഴിക്കോട് നഗരത്തെ ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽബുക്കർക്ക്. ഇന്ത്യയിൽ സതി നിരോധിക്കുകയും നാണയ സമ്പ്രദായം ഏർപ്പെടുത്തുകയും ചെയ്ത പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽബുക്കർക്ക്. അപ്പോൾ ഇന്ത്യയിൽ സതി നിരോധിക്കുകയും നാണയ സമ്പ്രദായം ഏർപ്പെടുത്തുകയും ചെയ്ത പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽബുക്കർക്ക്. അപ്പോൾ ഇന്ത്യയിൽ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്ന വ്യക്തി അൽബുക്കർക്ക്. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായി അറിയപ്പെടുന്ന വ്യക്തി, ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് വൈസ്രോയി, ഇതൊക്കെ അൽബുക്കർക്കാണ്. ഇന്ത്യയിൽ മിശ്ര കോളനി സമ്പ്രദായം ആവിഷ്കരിച്ച വ്യക്തി അൽബുക്കർക്കാണ്. ഇന്ത്യയിലെ ആദ്യ യൂറോപ്യൻ കോട്ടയായ പള്ളിപ്പുറം കോട്ട 1503 നിർമ്മിച്ചത് അൽബുക്കർക്കാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു. ഗോവ പിടിച്ചെടുക്കുവാൻ നേതൃത്വം നൽകി അൽബുക്കർക്ക്. എന്നിട്ട് എന്ത് ചെയ്തു? ഗോവയിലേക്ക് തലസ്ഥാനം മാറ്റിയതും അൽബുക്കർക്കാണ്. കോഴിക്കോട് നഗരത്തെ ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയി അൽബുക്കർക്കാണ്. ഇന്ത്യയിൽ സതി നിരോധിക്കുകയും നാണയ സമ്പ്രദായം ഏർപ്പെടുത്തുകയും ചെയ്ത പോർച്ചുഗീസ് വൈസ്രോയി അൽബുക്കർക്കാണ്. അടുത്ത് നോക്കാൻ പോകുന്നത് യൂറോപ്യന്മാരുടെ സംഭാവന. അതിൽ പോർച്ചുഗീസുകാരുടെ പ്രധാന സംഭാവനകളാണ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി അച്ചടിശാല സ്ഥാപിച്ചത് ഗോവയിലാണ് 1556. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി അച്ചടിശാല സ്ഥാപിച്ചത് 1556 ഗോവയിലാണ്. പോർച്ചുഗീസുകാർ അച്ചടിശാല ആരംഭിച്ച കേരളത്തിലെ സ്ഥലങ്ങളാണ് വൈപ്പിനും കൊച്ചിയും. അപ്പോൾ പോർച്ചുഗീസുകാർ അച്ചടിശാല ആരംഭിച്ച കേരളത്തിലെ സ്ഥലങ്ങൾ എവിടെയാണ്? കൊച്ചിയിലും വൈപ്പിനും. കാരണം കൊച്ചിയിലായിരുന്നല്ലോ പോർച്ചുഗീസുകാരുടെ കേന്ദ്രം. അപ്പോൾ അവിടെയാണ്, കൊച്ചിയിലും വൈപ്പിനുമായിട്ടാണ് അവർ ആദ്യമായിട്ട് അച്ചടിശാല ആരംഭിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ സ്കൂൾ സ്ഥാപിച്ചത് കൊച്ചിയിലാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ സ്കൂൾ സ്ഥാപിച്ചത് എവിടെയാണ്? കൊച്ചിയിലാണ്. കൈതച്ചക്ക, പപ്പായ, കശുവണ്ടി, പുകയില, മരിച്ചീനി, വറ്റൽമുളക് തുടങ്ങിയ ഇന്ത്യയിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. അപ്പോൾ കൈതച്ചക്ക കൊണ്ടുവന്നു, പപ്പായ കൊണ്ടുവന്നു, കശുവണ്ടി കൊണ്ടുവന്നു, പുകയില കൊണ്ടുവന്നു, മരിച്ചീനി കൊണ്ടുവന്നു, വറ്റൽമുളക് എന്നിവ പോർച്ചുഗീസുകാരാണ് കപ്പലിൽ ഇവിടെ കൊണ്ട് വന്നത്. ക്രിസ്തീയ കലാരൂപമായ ചവിട്ടുനാടകം ഇന്ത്യയിൽ പ്രസിദ്ധപ്പെടുത്തി. അപ്പോൾ ചവിട്ടുനാടകം പോർച്ചുഗീസുകാരുടെ പ്രധാന അതൊരു സംഭാവനയാണ് ചവിട്ടുനാടകം. ഒരു ക്രിസ്തീയ കലാരൂപമായ ചവിട്ടുനാടകം ഇന്ത്യയിൽ പ്രസിദ്ധപ്പെടുത്തിയവരാരാണ്? പോർച്ചുഗീസുകാരാണ്. അടുത്ത് പോർച്ചുഗീസുകാർ പണിത പ്രധാന കോട്ടകളാണ് പള്ളിപ്പുറം കോട്ട. നമ്മൾ നേരത്തെ പറഞ്ഞു, അത് പള്ളിപ്പുറം കോട്ട, സെൻറ്റ് ആഞ്ചലോസ് കോട്ട. അപ്പോൾ പള്ളിപ്പുറം കോട്ട കൊച്ചിയിലും സെൻറ്റ് ആഞ്ചലോസ് കോട്ട കണ്ണൂരിലുമാണ്. അപ്പോൾ പോർച്ചുഗീസുകാർ പണിത പ്രധാന കോട്ടകളാണ് പള്ളിപ്പുറം കോട്ട കൊച്ചിയിലും സെൻറ്റ് ആഞ്ചലോസ് കോട്ട കണ്ണൂരിലും. ഇന്ത്യയിൽ ശാസ്ത്രീയ കൃഷി സമ്പ്രദായം ആവിഷ്കരിച്ചത് പോർച്ചുഗീസുകാരാണ്. അപ്പോൾ ഇന്ത്യയിൽ ശാസ്ത്രീയമായ കൃഷി സമ്പ്രദായം ആവിഷ്കരിച്ചവരാരാണ്? പോർച്ചുഗീസുകാരാണ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി അച്ചടിശാല സ്ഥാപിച്ചത് പോർച്ചുഗീസുകാരാണ്. 1556 ഗോവയിലാണ് ആദ്യമായിട്ട് അച്ചടിശാല സ്ഥാപിച്ചത്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി അച്ചടിശാല സ്ഥാപിച്ചത് 1556 പോർച്ചുഗീസുകാർ ഗോവയിലാണ് സ്ഥാപിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ സ്കൂൾ സ്ഥാപിച്ചത് കൊച്ചിയിലാണ്. പോർച്ചുഗീസുകാർ അച്ചടിശാല ആരംഭിച്ച കേരളത്തിലെ സ്ഥലങ്ങളാണ് വൈപ്പിനും കൊച്ചിയും. കൈതച്ചക്ക, പപ്പായ, കശുവണ്ടി, പുകയില, മരിച്ചീനി, വറ്റൽമുളക് തുടങ്ങിയവ ഇന്ത്യയിൽ പോർച്ചുഗീസുകാർ കൊണ്ടുവന്നു. ക്രിസ്തീയ കലാരൂപമായ ചവിട്ടുനാടകം ഇന്ത്യയിൽ പോർച്ചുഗീസുകാർ പ്രസിദ്ധപ്പെടുത്തി. പോർച്ചുഗീസുകാർ പണിത പ്രധാന കോട്ടകളാണ് പള്ളിപ്പുറം കോട്ട കൊച്ചിയിലും സെൻറ്റ് ആഞ്ചലോസ് കോട്ട കണ്ണൂരിലും. ഇന്ത്യയിൽ ശാസ്ത്രീയ കൃഷി സമ്പ്രദായം ആവിഷ്കരിച്ചത് പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാരെന്ന് പറയുന്നത്. 463 വർഷമാണ് നമ്മളെ പോർച്ചുഗീസുകാർ ഭരിച്ചത്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. 463 വർഷമാണ് അവർ ഇന്ത്യ ഭരിച്ചത്.
1498 മുതൽ 1961 വരെ അവരെന്ത് ചെയ്തു? ഇന്ത്യ ഭരിച്ചു. 1961 നമ്മളവരെ അടിച്ചാണ് ഓടിച്ചത്. അപ്പോൾ പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. 463 വർഷം അവർ ഇന്ത്യയെ ഭരിച്ചു. 1498 മുതൽ 1961 വരെയാണ് അവർ ഇന്ത്യയെ ഭരിച്ചത്. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കോളനികളാണ് ഗോവ, ദാമൻ ആൻഡ് ദിയു. അപ്പോൾ കൊച്ചിയിലായിരുന്നു ആദ്യം, പിന്നെ അത് കഴിഞ്ഞ് ഗോവയിലേക്ക് പോയി. പിന്നെ മെയിൻ സ്ഥലങ്ങളായിട്ട് അവർ കേന്ദ്രീകരിച്ചിരുന്നത് ഗോവയും ദാമൻ ദിയുവിലാണ്. ആദ്യമായി ഇന്ത്യയിലെത്തിയതും അവസാനമായി ഇന്ത്യ വിട്ടുപോയതുമായ യൂറോപ്യൻ ശക്തികളാണ് പോർച്ചുഗീസുകാർ. അപ്പോൾ അവർ ആദ്യമായിട്ട് ഇന്ത്യയിൽ പോർച്ചുഗീസുകാർ വന്നു, അതേപോലെ തന്നെ അവസാനം പോയതും പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കേന്ദ്രമാണ് ഗോവ. പോർച്ചുഗീസുകാരിൽ നിന്ന് ഗോവയെ മോചിപ്പിച്ചത്, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു അവരെ അടിച്ചോടിച്ചു വന്ന്, പോർച്ചുഗീസുകാരിൽ നിന്ന് ഗോവയെ മോചിപ്പിച്ച വർഷമാണ് 1961 ഡിസംബർ 19. അപ്പോൾ നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം അവരെന്ത് ചെയ്തു? അവർ ഗോവയിൽ ഉണ്ടായിരുന്നു. ഓപ്പറേഷൻ വിജയ് എന്ന് പറയുന്ന ഒരു സൈനിക നടപടിയിലൂടെ 1961 ഡിസംബർ 19 നമ്മളവരെ അടിച്ച് ഓടിച്ചത്. ഗോവയിലെ സൈനിക നടപടിയെ പോലീസ് ആക്ഷൻ എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് VK കൃഷ്ണമേനോൻ. അപ്പോൾ ഗോവയിലെ സൈനിക നടപടിയെ പോലീസ് ആക്ഷനാണ് എന്ന് പറഞ്ഞ വ്യക്തിയാരാണ്? VK കൃഷ്ണമേനോനാണ്. 1555 കൊച്ചി രാജാവായ വീരകേരളവർമ്മയ്ക്ക് പോർച്ചുഗീസുകാർ നിർമ്മിച്ച് നൽകിയ കൊട്ടാരമാണ് ഡച്ച് കൊട്ടാരം. അപ്പോൾ 1555 കൊച്ചി രാജാവായ വീരകേരളവർമ്മയ്ക്ക് പോർച്ചുഗീസുകാർ നിർമ്മിച്ച് നൽകിയ കൊട്ടാരമാണ് ഡച്ച് കൊട്ടാരം. തോമസ് കോട്ട എന്നറിയപ്പെടുന്ന പറങ്കിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്തെ തങ്കശ്ശേരിയിലാണ്. അപ്പോൾ തോമസ് കോട്ട എന്നറിയപ്പെടുന്ന പറങ്കിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊല്ലം ജില്ലയിലെ തങ്കശ്ശേരിയിലാണ്. ഇപ്പോൾ ഒന്നും കൂടി നോക്കാം. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കോളനികളായത് ഗോവയും ദാമൻ ആൻഡ് ദിയുവുമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയത് പോർച്ചുഗീസുകാരാണ്. 463 വർഷം അവർ നമ്മളെ ഭരിച്ചു. 1498 മുതൽ 1961 വരെ. ആദ്യമായിട്ട് ഇന്ത്യയിൽ വന്നതും അവസാനമായി ഇന്ത്യ വിട്ട് പോയതും പോർച്ചുഗീസുകാരാണ്. അപ്പോൾ അവരുടെ മെയിൻ കേന്ദ്രമായിരുന്നത് ഗോവയാണ്. അപ്പോൾ നമ്മുടെ ഈ പോർച്ചുഗീസുകാരെ നമ്മുടെ ഗോവയിൽ നിന്ന് അടിച്ച് ഇറക്കാൻ വേണ്ടി നമ്മുടെ ഒരു സൈനിക നടപടി വേണ്ടി വന്നു. അതിൻ്റെ പേരാണ് ഓപ്പറേഷൻ വിജയ്. 1961 ഡിസംബർ 19 ഈ ഒരു ഓപ്പറേഷൻ വിജയ് നടന്നത്. ഈ ഒരു ഓപ്പറേഷൻ വിജയ് സൈനിക നടപടിയെ പോലീസ് ആക്ഷൻ എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് VK കൃഷ്ണമേനോൻ. തോമസ് കോട്ട എന്നറിയപ്പെടുന്ന പറങ്കിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ തങ്കശ്ശേരിക്കടുത്താണ്. അഡ്മിറൽ ഓഫ് ഇന്ത്യൻ ഓഷൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് വാസ്കോ ഡ ഗാമ. അപ്പോൾ അഡ്മിറൽ ഓഫ് ഇന്ത്യൻ ഓഷൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് വാസ്കോ ഡ ഗാമ. വാസ്കോ ഡ ഗാമ കേരളത്തിൽ ആദ്യമായി എത്തിയത് 1498 മെയ് 20 അപ്പോൾ 1498 മുതൽ 1963 വരെയാണ് നമ്മുടെ പോർച്ചുഗീസ് സാന്നിധ്യം ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. 463 വർഷം. അപ്പോൾ നമ്മുടെ വാസ്കോ ഡ ഗാമ കേരളത്തിലെത്തിയത് 1498 മെയ് 20. വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്കുള്ള ഐതിഹാസികമായ യാത്ര ആരംഭിച്ച സ്ഥലമാണ് ലിസ്ബൺ. അപ്പോൾ ലിസ്ബണിൽ നിന്നാണ് നമ്മുടെ വാസ്കോ ഡ ഗാമ യാത്ര ആരംഭിച്ചത്. 1497 യാത്ര ആരംഭിച്ചു. 1498 ഇന്ത്യയിൽ എത്തി. അപ്പോൾ വാസ്കോ ഡ ഗാമ കേരളത്തിൽ ആദ്യമായി എത്തിയത് 1498 മെയ് 20 വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്കുള്ള യാത്ര ആരംഭിച്ചത് ലിസ്ബണിൽ നിന്നാണ് 1497. വാസ്കോ ഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് ഭരണാധികാരിയാണ് മാനുവൽ ഫസ്റ്റ്. അപ്പോൾ വാസ്കോ ഡ ഗാമയെ മാനുവൽ ഫസ്റ്റാണ് ഇന്ത്യയിലേക്ക് അയച്ചത്. വാസ്കോ ഡ ഗാമ സഞ്ചരിച്ച കപ്പലാണ് സെൻറ്റ് ഗബ്രിയേൽ. വാസ്കോ ഡ ഗാമ സഞ്ചരിച്ച കപ്പലാണ് സെൻറ്റ് ഗബ്രിയേൽ. കേരളത്തിലെത്തിയ ആദ്യ യൂറോപ്യനാണ് വാസ്കോ ഡ ഗാമ. അപ്പോൾ കേരളത്തിലെത്തിയ ആദ്യ യൂറോപ്യനാണ് ആര്? വാസ്കോ ഡ ഗാമ. 1498 കോഴിക്കോട് ചേമഞ്ചേരി പഞ്ചായത്തിലെ കാപ്പാട് കടപ്പുറത്ത് പന്തലായനി ബീച്ചിലാണ് വാസ്കോ ഡ ഗാമ കപ്പലിറങ്ങിയത്. അപ്പോൾ 1497 ലിസ്ബണിൽ നിന്ന് നമ്മുടെ മാനുവൽ രാജാവ് നമ്മുടെ വാസ്കോ ഡ ഗാമയെ ഇന്ത്യയിലേക്ക് പറഞ്ഞു വിട്ടു. വാസ്കോ ഡ ഗാമ സെൻറ്റ് ഗബ്രിയേലിൽ കയറി അങ്ങനെ വരികയാണ്.
വന്ന് 1498 കോഴിക്കോട്ടെ ചേമഞ്ചേരി പഞ്ചായത്തിലെ കാപ്പാട് കടപ്പുറത്ത് പന്തലായനി ബീച്ചിൽ വാസ്കോഡ ഗാമ വന്ന് ഇറങ്ങി. വാസ്കോഡ ഗാമയെ ആദ്യ യാത്രയിൽ അനുഗമിച്ച കപ്പലുകളാണ് സെൻറ്റ് റാഫേലും സെൻറ്റ് ബെറിയോ. അപ്പോൾ വാസ്കോഡ ഗാമ സെൻറ്റ് ഗബ്രിയേലിൽ അങ്ങനെ പോകുന്നു, രണ്ട് സൈഡിലായിട്ട് ഒരു സൈഡിൽ സെൻറ്റ് റാഫേലും പോകുന്നു, മറു സൈഡിൽ സെൻറ്റ് ബെറിയോ എന്ന് പറയുന്ന രണ്ട് കപ്പലുകളും വാസ്കോഡ ഗാമയുടെ കൂടെ ഉണ്ടായിരുന്നു. വാസ്കോഡ ഗാമ ആദ്യമായി കേരളത്തിലെത്തിയത് 1498. അപ്പോൾ വാസ്കോഡ ഗാമ ആദ്യമായിട്ട് കേരളത്തിലെത്തിയ വർഷമാണ് 1498. വാസ്കോഡ ഗാമ രണ്ടാമതായി കേരളത്തിലെത്തിയ വർഷമാണ് 1502. അപ്പോൾ വാസ്കോഡ ഗാമ രണ്ടാമതായി കേരളത്തിലെത്തിയ വർഷമെന്നാണ് 1502. വാസ്കോഡ ഗാമ അവസാനമായി, അതായത് ലാസ്റ്റായിട്ട് കേരളത്തിലെത്തിയ വർഷമാണ് 1524. വാസ്കോഡ ഗാമ പോർച്ചുഗീസ് വൈസ്രോയിയായി കേരളത്തിലെത്തിയ വർഷവും ലാസ്റ്റായിട്ട് വന്നപ്പോഴാണ് 1524. അപ്പോൾ വാസ്കോഡ ഗാമയോട് കച്ചവടത്തിന് എതിർപ്പ് കാട്ടിയ കേരളത്തിലെ ഭരണാധികാരിയാണ് കോഴിക്കോട്ടെ സാമൂതിരി. അപ്പോൾ സാമൂതിരിയാണ് വാസ്കോഡ ഗാമയോട് കച്ചവടത്തിന് എതിർപ്പ് കാട്ടിയ കേരളത്തിലെ ഭരണാധികാരി. അത് കഴിഞ്ഞിട്ട് വാസ്കോഡ ഗാമ അന്തരിച്ചത് 1524 തന്നെയാണ്, ഡിസംബർ 24 അന്തരിച്ചു. വാസ്കോഡ ഗാമയുടെ ഭൗതികാവശിഷ്ടം ആദ്യം അടക്കം ചെയ്തിരുന്ന പള്ളിയാണ് സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച്, കൊച്ചി. അപ്പോൾ വാസ്കോഡ ഗാമയുടെ ഭൗതികാവശിഷ്ടം ആദ്യം അടക്കം ചെയ്തിരുന്ന പള്ളിയാണ് കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച്. വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്ന് പോർച്ചുഗീസിലേക്ക് കൊണ്ടുപോയത് 1539. വാസ്കോഡ ഗാമയുടെ ഭൗതികാവശിഷ്ടം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ലിസ്ബണിലെ ജെറോനിമസ് കത്തീഡ്രലിലാണ്. വാസ്കോഡ ഗാമ എന്ന് പറയുന്ന ഒരു സ്ഥലം ഗോവയിൽ ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി എന്ന് വാസ്കോഡ ഗാമയെ പറഞ്ഞത് മാനുവൽ രാജാവാണ്. അതാണ് അഡ്മിറൽ ഓഫ് ഇന്ത്യൻ ഓഷൻ എന്ന് നമ്മൾ ആദ്യം പറഞ്ഞത്. അപ്പോൾ ഒന്നുകൂടി നോക്കാം. 1498 മെയ് 20 വാസ്കോഡ ഗാമ കേരളത്തിൽ ആദ്യമായിട്ട് വന്നു. 1497 ലിസ്ബണിൽ നിന്നാണ് നമ്മുടെ മാനുവൽ രാജാവ് വാസ്കോഡ ഗാമയെ സെൻറ്റ് ഗബ്രിയേലിൽ കയറ്റി പറഞ്ഞു വിട്ടത്. അപ്പോൾ ഈ സെൻറ്റ് ഗബ്രിയേലിൻ്റെ രണ്ട് സൈഡിലായിട്ട് സെൻറ്റ് റാഫേൽ എന്ന് പറയുന്ന കപ്പലും ഉണ്ടായിരുന്നു, സെൻറ്റ് ബെറിയോ എന്ന് പറയുന്ന ഒരു കപ്പലും ഉണ്ടായിരുന്നു. കേരളത്തിലെത്തിയ ആദ്യ യൂറോപ്യനാണ് വാസ്കോഡ ഗാമ. 1498 കോഴിക്കോട് ചേമഞ്ചേരി പഞ്ചായത്തിലെ കാപ്പാട് കടപ്പുറത്ത് പന്തലായനി ബീച്ചിലാണ് വാസ്കോഡ ഗാമ വന്നിറങ്ങിയത്. അപ്പോൾ വന്നിറങ്ങിയപ്പോൾ നമ്മുടെ കോഴിക്കോട് സാമൂതിരി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു കോഴിക്കോട് സാമൂതിരി വാസ്കോഡ ഗാമയോട് കച്ചവടത്തിന് എതിർപ്പ് കാട്ടി. വാസ്കോഡ ഗാമ 1498 നമ്മളിവിടെ വന്നത്. അതുകഴിഞ്ഞ് നമ്മുടെ വാസ്കോഡ ഗാമ 1499 തിരിച്ചു പോയി. അത് കഴിഞ്ഞിട്ട് വാസ്കോഡ ഗാമ രണ്ടാമതായി കേരളത്തിൽ എത്തിയ വർഷമാണ് 1502. വാസ്കോഡ ഗാമ അവസാനമായി മൂന്നാമതായി കേരളത്തിലെത്തിയത് 1524. വാസ്കോഡ ഗാമ പോർച്ചുഗീസ് വൈസ്രോയിയായി കേരളത്തിലെത്തിയ വർഷവും 1524. അപ്പോൾ വാസ്കോഡ ഗാമ അവസാനമായി കേരളത്തിലെത്തിയത് 1524 തന്നെയാണ്. വാസ്കോഡ ഗാമ പോർച്ചുഗീസ് വൈസ്രോയിയായി കേരളത്തിലെത്തിയ വർഷവും 1524. അതേപോലെ തന്നെ വാസ്കോഡ ഗാമ അന്തരിച്ച വർഷവും 1524 ഡിസംബർ 24. അപ്പോൾ വാസ്കോഡ ഗാമ അന്തരിച്ച വർഷം എന്നാണ് 1524 ഡിസംബർ 24. വാസ്കോഡ ഗാമയുടെ ഭൗതികാവശിഷ്ടം ആദ്യം അടക്കം ചെയ്യുന്ന പള്ളിയാണ് കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച്. 1539 അത് തിരിച്ച് പോർച്ചുഗീസിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ ആ ഒരു വാസ്കോഡ ഗാമയുടെ ഭൗതികാവശിഷ്ടം സ്ഥിതി ചെയ്യുന്നത് ലിസ്ബണിലെ ജെറോനിമസ് കത്തീഡ്രലാണ്. വാസ്കോഡ ഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഗോവയിലാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി അല്ലെങ്കിൽ അഡ്മിറൽ ഓഫ് ഇന്ത്യൻ ഓഷൻ എന്ന് വാസ്കോഡ ഗാമയെ പറഞ്ഞത് മാനുവൽ രാജാവാണ്. അടുത്തായിട്ട് നമ്മൾ നോക്കേണ്ടത് ഈ ഒരു പോർച്ചുഗീസുകാരുടെ കൂടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് കുഞ്ഞാലി മരക്കാർമാരെക്കുറിച്ച്. അപ്പോൾ സാമൂതിരിയുടെ നാവിക സൈന്യത്തിൻ്റെ മേധാവിത്വം വഹിച്ചിരുന്നവരാണ് കുഞ്ഞാലി മരക്കാർ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു വാസ്കോഡ ഗാമയോട് കച്ചവടത്തിന് എതിർപ്പ് കാട്ടിയ കേരളത്തിലെ ഭരണാധികാരിയാണ് സാമൂതിരിമാർ. കോഴിക്കോട് സാമൂതിരിമാരാണ് എതിർപ്പ് കാട്ടിയത്. അപ്പോൾ ഈ ഒരു സാമൂതിരിയുടെ നാവിക സൈന്യത്തിൻ്റെ മേധാവിത്വം വഹിച്ചിരുന്നവരാണ് കുഞ്ഞാലി മരക്കാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഈ കുഞ്ഞാലി മരക്കാർമാരെന്ന് പറയുമ്പോൾ കുറേ പേരുണ്ട്. അപ്പോൾ ആ ഒരു പേരാണ് കുഞ്ഞാലി മരക്കാർ എന്ന് പറയുമ്പോൾ. മരക്കാർ എന്ന സ്ഥാനപ്പേര് നൽകിയത് സാമൂതിരിയാണ്. അപ്പോൾ മരക്കാർ എന്ന സ്ഥാനപ്പേരാണ് അത് നൽകിയത് ആരാണ്? സാമൂതിരിയാണ്.
കുഞ്ഞാലിമരയ്ക്കാർമാരുടെ ആസ്ഥാനമാണ് കോട്ടയ്ക്കൽ അല്ലെങ്കിൽ പുതുപ്പണം കോട്ട. അപ്പോൾ കുഞ്ഞാലിമാരുടെ ആസ്ഥാനമാണ് കോട്ടയ്ക്കൽ അല്ലെങ്കിൽ പുതുപ്പണം കോട്ട. കുഞ്ഞാലിമരയ്ക്കാർ ഒന്നാമൻ്റെ യഥാർത്ഥ നാമമാണ് കുട്ടി അഹമ്മദ് അലി. കുഞ്ഞാലിമരയ്ക്കാർ ഒന്നാമൻ്റെ യഥാർത്ഥ നാമമാണ് കുട്ടി അഹമ്മദ് അലി. കുഞ്ഞാലിമരയ്ക്കാർ രണ്ടാമൻ്റെ യഥാർത്ഥ നാമമാണ് കുട്ടി പോക്കർ അലി. കുഞ്ഞാലിമരയ്ക്കാർ രണ്ടാമൻ്റെ യഥാർത്ഥ നാമമാണ് കുട്ടി പോക്കർ അലി. ഇന്ത്യൻ തീരത്ത് ആദ്യമായി നാവികസേന രൂപീകരിച്ചത് കുഞ്ഞാലിമരയ്ക്കാർ രണ്ടാമനാണ്. അപ്പോൾ ഇന്ത്യൻ തീരത്ത് ആദ്യമായി നാവികസേന രൂപീകരിച്ചത് കുഞ്ഞാലിമരയ്ക്കാർ രണ്ടാമനാണ്. കുഞ്ഞാലിമരയ്ക്കാർ രണ്ടാമൻ്റെ പേരാണ് കുട്ടി പോക്കർ അലി. അപ്പോൾ കുട്ടി പോക്കർ അലിയാണ് ഇന്ത്യൻ തീരത്ത് ആദ്യമായി നാവികസേന രൂപീകരിച്ചത്. പടമരയ്ക്കാർ, പട്ടുമരയ്ക്കാർ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നത് കുഞ്ഞാലിമരയ്ക്കാർ മൂന്നാമനാണ്. അപ്പോൾ കുഞ്ഞാലിമരയ്ക്കാർ മൂന്നാമനെ പടമരയ്ക്കാർ എന്നും പട്ടുമരയ്ക്കാർ എന്നും വിളിച്ചിരുന്നു. മരയ്ക്കാർ കോട്ട അല്ലെങ്കിൽ പുതുപ്പണം കോട്ട നിർമ്മിച്ചത് കുഞ്ഞാലിമരയ്ക്കാർ മൂന്നാമനാണ്. അപ്പോൾ പടമരയ്ക്കാർ എന്നും പട്ടുമരയ്ക്കാർ എന്നും അറിയപ്പെടുന്ന കുഞ്ഞാലിമരയ്ക്കാർ മൂന്നാമനാണ് മരയ്ക്കാർ കോട്ട അല്ലെങ്കിൽ പുതുപ്പണം കോട്ട നിർമ്മിച്ചത്. കുഞ്ഞാലിമരയ്ക്കാരുടെ ആക്രമണം നേരിടാനായി 1531 പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ് ചാലിയം കോട്ട. അപ്പോൾ കോഴിക്കോട് സ്ഥിതി ചെയ്യുന്ന ചാലിയം കോട്ടയാണ് കുഞ്ഞാലിമരയ്ക്കാരുടെ ആക്രമണം നേരിടാനായി 1531 പോർച്ചുഗീസുകാർ നിർമ്മിച്ചത്. ചാലിയം കോട്ട പണിത പോർച്ചുഗീസ് ഗവർണറാണ് കുൻഹ. അപ്പോൾ ചാലിയം കോട്ട പണിത പോർച്ചുഗീസ് ഗവർണറാണ് കുൻഹയാണ്. സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ടയാണ് ചാലിയം കോട്ട. അപ്പോൾ സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ടയാണ് ചാലിയം കോട്ട. 1571 പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയം കോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലിമരയ്ക്കാർ മൂന്നാമനാണ്. അപ്പോൾ 1571 പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയം കോട്ട പിടിച്ചെടുത്ത വ്യക്തിയാരാണ്? കുഞ്ഞാലിമരയ്ക്കാർ മൂന്നാമനാണ്. ഇന്ത്യ സമുദ്രത്തിലെ അധിപനെന്ന ബിരുദം സ്വീകരിച്ചത് കുഞ്ഞാലിമരയ്ക്കാർ നാലാമനാണ്. അപ്പോൾ ഇന്ത്യ സമുദ്രത്തിലെ അധിപൻ എന്ന ബിരുദം സ്വീകരിച്ചത് കുഞ്ഞാലിമരയ്ക്കാർ നാലാമാണ്. കുഞ്ഞാലിമരയ്ക്കാർ നാലാമൻ്റെ പേരാണ് മുഹമ്മദ് അലി മരയ്ക്കാർ. അപ്പോൾ കുഞ്ഞാലിമരയ്ക്കാർ നാലാമൻ്റെ യഥാർത്ഥ നാമമാണ് മുഹമ്മദ് അലി മരയ്ക്കാർ. അപ്പോൾ കുഞ്ഞാലിമരയ്ക്കാർ ഒന്നാമൻ്റെ യഥാർത്ഥ നാമമാണ് കുട്ടി അഹമ്മദ് അലി. രണ്ടാമൻ്റെ പേരാണ് കുട്ടി പോക്കർ അലി. പടമരയ്ക്കാർ, പട്ടുമരയ്ക്കാർ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നത് കുഞ്ഞാലിമരയ്ക്കാർ മൂന്നാമനാണ്. മരയ്ക്കാർ കോട്ട പണിതതും കുഞ്ഞാലിമരയ്ക്കാർ മൂന്നാമനാണ്. ഇന്ത്യൻ തീരത്ത് ആദ്യമായി നാവികസേന രൂപീകരിച്ചത് കുഞ്ഞാലിമരയ്ക്കാർ രണ്ടാമനാണ്. രണ്ടാമൻ്റെ യഥാർത്ഥ നാമമാണ് കുട്ടി പോക്കർ അലി. ഇന്ത്യ സമുദ്രത്തിലെ അധിപൻ എന്ന ബിരുദം സ്വീകരിച്ചത് കുഞ്ഞാലിമരയ്ക്കാർ നാലാമനാണ്. കുഞ്ഞാലിമരയ്ക്കാർ നാലാമൻ്റെ പേരാണ് മുഹമ്മദ് അലി മരയ്ക്കാർ. സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ടയാണ് ചാലിയം കോട്ട. 1571 പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയം കോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലിമരയ്ക്കാർ മൂന്നാമനാണ്. കുഞ്ഞാലി നാലാമനെ പോർച്ചുഗീസുകാർ ഗോവയിൽ വച്ച് വധിച്ചത് 1600. അപ്പോൾ കുഞ്ഞാലിമരയ്ക്കാർ നാലാമനെ പോർച്ചുഗീസുകാർ ഗോവയിൽ വച്ച് വധിച്ചത് 1600. കുഞ്ഞാലി നാലാമൻ്റെ സ്മരണയ്ക്കായി നാമകരണം ചെയ്യപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന കേന്ദ്രമാണ് INS കുഞ്ഞാലി. അപ്പോൾ കുഞ്ഞാലി നാലാമൻ്റെ സ്മരണയ്ക്കായി നാമകരണം ചെയ്യപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന കേന്ദ്രമാണ് INS കുഞ്ഞാലി. അത് മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കുഞ്ഞാലിമരയ്ക്കാരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കോട്ടയ്ക്കലാണ്. അപ്പോൾ കുഞ്ഞാലിമരയ്ക്കാരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോട്ടയ്ക്കലാണ്. കുഞ്ഞാലിമരയ്ക്കാരുടെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷമാണ് 2000. അപ്പോൾ കുഞ്ഞാലിമരയ്ക്കാരുടെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷമാണ് 2000. അപ്പോൾ ഒന്നുകൂടി, സാമൂതിരിയുടെ നാവിക സൈന്യത്തിൻ്റെ മേധാവിത്വം വഹിച്ചിരുന്നവരാണ് കുഞ്ഞാലിമരയ്ക്കാർ എന്ന് പറയുന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. മരയ്ക്കാർ എന്ന സ്ഥാനപ്പേര് നൽകിയത് സാമൂതിരിയാണ്. കുഞ്ഞാലിമാരുടെ ആസ്ഥാനമാണ് പുതുപ്പണം കോട്ട അല്ലെങ്കിൽ കോട്ടയ്ക്കൽ. കുഞ്ഞാലിമരയ്ക്കാർ ഒന്നാമൻ്റെ യഥാർത്ഥ നാമം കുട്ടി അഹമ്മദ് അലി. രണ്ടാമൻ്റെ പേര് കുട്ടി പോക്കർ അലി. ഇന്ത്യൻ തീരത്ത് ആദ്യമായി നാവികസേന രൂപീകരിച്ചത് കുഞ്ഞാലിമരയ്ക്കാർ രണ്ടാമനാണ്. യഥാർത്ഥ നാമം കുട്ടി പോക്കർ അലി. പടമരയ്ക്കാർ, പട്ടുമരയ്ക്കാർ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നത് കുഞ്ഞാലിമരയ്ക്കാർ മൂന്നാമനാണ്. മരയ്ക്കാർ കോട്ട അല്ലെങ്കിൽ പുതുപ്പണം കോട്ട നിർമ്മിച്ചത് കുഞ്ഞാലിമരയ്ക്കാർ മൂന്നാമനാണ്. കുഞ്ഞാലിമരയ്ക്കാരുടെ ആക്രമണം നേരിടാനായി 1531 പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ് ചാലിയം കോട്ട. ഈ ഒരു ചാലിയം കോട്ട സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്ടാണ്. നിർമ്മിച്ച പോർച്ചുഗീസ് ഗവർണറാണ് കുൻഹ.
സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ടയാണ് ചാലിയം കോട്ട. 1571 പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയം കോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലിമരയ്ക്കാർ മൂന്നാമനാണ്. ഇന്ത്യ സമുദ്രത്തിലെ അധിപൻ എന്ന ബിരുദം സ്വീകരിച്ചത് കുഞ്ഞാലിമരയ്ക്കാർ നാലാമനാണ്. കുഞ്ഞാലിമരയ്ക്കാർ നാലാമൻ്റെ യഥാർത്ഥ നാമമാണ് മുഹമ്മദ് അലി മരയ്ക്കാർ. കുഞ്ഞാലി നാലാമനെ പോർച്ചുഗീസുകാർ ഗോവയിൽ വച്ച് വധിച്ചത് 1600 കുഞ്ഞാലി നാലാമൻ്റെ സ്മരണയ്ക്കായി നാമകരണം ചെയ്യപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന കേന്ദ്രമാണ് മുംബൈയിലുള്ള INS കുഞ്ഞാലി. കുഞ്ഞാലിമരയ്ക്കാരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കോട്ടയ്ക്കലാണ്. കുഞ്ഞാലിമരയ്ക്കാരുടെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷമാണ് 2000. അപ്പോൾ ഇത്രയാണ് പോർച്ചുഗീസുകാരെക്കുറിച്ച് പറയുന്നത്. അടുത്ത് നോക്കാനുള്ള ഡച്ചുകാരെക്കുറിച്ച്. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ഡച്ചുകാരാണ്. നമ്മൾ പോർച്ചുഗീസുകാരെക്കുറിച്ച് പറഞ്ഞു, അടുത്ത് നമുക്ക് നോക്കേണ്ടത് ഡച്ചുകാരാണ്. അപ്പോൾ നമ്മളൊരു ഓർഡറിലാണ് പോകുന്നത്. പോ, ഡ, ബി, ഫെ. ആ ഒരു കോഡ് ഭാഷയാണ് പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കേണ്ടത് ഡച്ചുകാർ. അപ്പോൾ ഡച്ചുകാർ ഇന്ത്യയിൽ വന്ന വർഷമാണ് 1595. അപ്പോൾ ഡച്ചുകാർ ഇന്ത്യയിൽ വന്ന വർഷമെന്നാണ് AD 1595 ഡച്ചുകാർ ഇന്ത്യയിൽ വന്നത്. അപ്പോൾ ഡച്ചുകാർ ഇന്ത്യയിൽ വന്നത് 1595. അപ്പോൾ ഇന്ത്യയിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് AD 1602. അപ്പോൾ ഇന്ത്യയിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായതെന്നാണ് AD 1602. ഇന്ത്യയിൽ രണ്ടാമതായി എത്തിയ യൂറോപ്യൻ ശക്തികളാണ് ഡച്ചുകാർ. അപ്പോൾ ഇന്ത്യയിൽ രണ്ടാമതായി എത്തിയ യൂറോപ്യൻ ശക്തികൾ ആരാണ്? ഡച്ചുകാരാണ്. ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചുപോയ യൂറോപ്യൻ ശക്തികളാണ് ഡച്ചുകാർ. അപ്പോൾ ഇന്ത്യയിൽ രണ്ടാമതായി എത്തിയ യൂറോപ്യൻ ശക്തികളാണ് ഡച്ചുകാർ. എന്നിട്ട് ഇന്ത്യയിൽ നിന്ന് ആദ്യം തിരിച്ചുപോയവരും ഈ ഡച്ചുകാരാണ്. അപ്പോൾ ഡച്ചുകാർ ഇന്ത്യയിൽ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ചത് 1605 മസൂലി പട്ടണത്താണ്. അപ്പോൾ 1595 ഡച്ചുകാർ ഇന്ത്യയിൽ വന്നു. 1602 ഇന്ത്യയിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു. പിന്നെ 1605 ഡച്ചുകാർ ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ചവിടെയാണ് മസൂലി പട്ടണത്താണ്. ഡച്ചുകാർ ഉൾപ്പെടുന്ന മതവിഭാഗമാണ് പ്രൊട്ടസ്റ്റൻ്റ്. അപ്പോൾ ഡച്ചുകാർ ഉൾപ്പെടുന്ന മതവിഭാഗം ഏതാണ്? പ്രൊട്ടസ്റ്റൻ്റ്. ഡച്ചുകാർ ആരെ പരാജയപ്പെടുത്തിയാണ് കൊല്ലം പിടിച്ചെടുത്തത്? ഡച്ചുകാർ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയാണ് കൊല്ലം പിടിച്ചെടുത്തത്. അപ്പോൾ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറലാണ് അഡ്മിറൽ വാങ്കോയുൻസ്. അപ്പോൾ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറലാണ് ആര്? അഡ്മിറൽ വാൻഗോയുൻസ്. ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്ന് കൊല്ലം പിടിച്ചെടുത്ത വർഷമാണ് 1658. അപ്പോൾ ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്ന് കൊല്ലം പിടിച്ചെടുത്ത വർഷമെന്നാണ് 1658. ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്ത വർഷമാണ് 1663. അപ്പോൾ ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്ത വർഷമെന്നാണ് 1663. ഇന്ത്യയിൽ പാശ്ചാത്യ ശാസ്ത്രം പ്രചരിപ്പിച്ചത് ഡച്ചുകാരാണ്. അപ്പോൾ ഇന്ത്യയിലെ പാശ്ചാത്യ ശാസ്ത്രം പ്രചരിപ്പിച്ച ആരാണ്? ഡച്ചുകാരാണ്. 1744 കൊച്ചിയിൽ ബോൾഗ ടീ കൊട്ടാരം നിർമ്മിച്ചത് ഡച്ചുകാരാണ്. അപ്പോൾ 1744 കൊച്ചിയിൽ ബോൾഗ ടീ കൊട്ടാരം നിർമ്മിച്ചത് ആരാണ്? ഡച്ചുകാരാണ്. 1744 കൊച്ചിയിൽ ബോൾഗ ടീ കൊട്ടാരം നിർമ്മിച്ചത്. ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. അപ്പോൾ ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. അപ്പോൾ ഈ ഒരു കുളച്ചൽ യുദ്ധം നടന്നത് 1741 ഓഗസ്റ്റ് 10. അപ്പോൾ കുളച്ചൽ യുദ്ധം നടന്ന വർഷമാണ് 1741 ഓഗസ്റ്റ് 10. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ തടവുകാരനാക്കിയ ഡച്ച് കപ്പിത്താനാണ് ഡിലനോയ്. അപ്പോൾ കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ തടവുകാരനാക്കിയ ഡച്ച് കപ്പിത്താനാണ് ഡിലനോയ്. അപ്പോൾ തിരുവിതാംകൂർ സൈന്യത്തിന് പരിശീലനം നൽകിയത് പിന്നെ ഡിലനോയാണ്. അപ്പോൾ നമ്മുടെ ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. 1741 ഓഗസ്റ്റ് 10 ഇത് നടന്നത്. അപ്പോൾ ഈ ഒരു യുദ്ധത്തിൽ നമ്മുടെ മാർത്താണ്ഡവർമ്മ ഈ ഒരു ഡച്ച് കപ്പിത്താനായ ഡിലനോയെ തടവുകാരനാക്കി. ശേഷം നമ്മുടെ ഈ ഡിലനോയാണ് നമ്മുടെ തിരുവിതാംകൂർ സൈന്യത്തിന് പരിശീലനം നൽകിയത്. അങ്ങനെ തിരുവിതാംകൂറിൻ്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ടത് ആരാണ്? ഡിലനോയാണ്. അപ്പോൾ ഡിലനോയ്ക്ക് ഒരു സ്മാരകമുണ്ട്. അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉദയഗിരി കോട്ട. കന്യാകുമാരിയിലെ ഉദയഗിരി കോട്ടയിലാണ് ഡിലനോയ് സ്മാരകം സ്ഥിതി ചെയ്യുന്നത്.
അപ്പോൾ ഇന്ത്യയിൽ ഡച്ചുകാരുടെ പ്രധാന സംഭാവനകളാണ് ഉപ്പു നിർമ്മാണം, വസ്ത്രത്തിലെ ചായമുക്കൽ, ഹോർത്തൂസ്, മലബാറിക്കസ്. അപ്പോൾ ഇന്ത്യയിൽ ഡച്ചുകാരുടെ പ്രധാന സംഭാവനകളാണ് ഉപ്പു നിർമ്മാണം, വസ്ത്രത്തിലെ ചായമുക്കൽ, ഹോർത്തൂസ്, മലബാറിക്കസ്. കേരളത്തിൽ തെങ്ങ് കൃഷിയും നെൽകൃഷിയും പ്രോത്സാഹിപ്പിച്ച വിദേശികളാണ് ഡച്ചുകാർ. അപ്പോൾ കേരളത്തിൽ തെങ്ങ് കൃഷിയും നെൽകൃഷിയും പ്രോത്സാഹിപ്പിച്ച വിദേശികൾ ആരാണെന്ന് വെച്ചാൽ ആരാണ്? ഡച്ചുകാരാണ്. അപ്പോൾ കേരളത്തിൽ തെങ്ങ് കൃഷിയും നെൽകൃഷിയും പ്രോത്സാഹിപ്പിച്ച വിദേശികളാണ് ഡച്ചുകാർ. ഏഷ്യയിൽ ഡച്ചുകാരുടെ ഏറ്റവും വലിയ കോളനി ആയിരുന്നത് ഇന്തോനേഷ്യയാണ്. അപ്പോൾ ഏഷ്യയിലെ ഡച്ചുകാരുടെ ഏറ്റവും വലിയ കോളനി ഏതായിരുന്നു? ഇന്തോനേഷ്യ. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് മാവേലിക്കര സന്ധി. അപ്പോൾ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരുമായിട്ട് ഒരു സന്ധി ഒപ്പുവെച്ചു, അതാണ് മാവേലിക്കര സന്ധി. അപ്പോൾ ഈ ഒരു മാവേലിക്കര ഉടമ്പടി അല്ലെങ്കിൽ സന്ധി ഒപ്പുവെച്ച വർഷമാണ് 1753 ഓഗസ്റ്റ് 15. അപ്പോൾ മാവേലിക്കര ഉടമ്പടി അല്ലെങ്കിൽ മാവേലിക്കര സന്ധി ഒപ്പുവെച്ച എന്നാണ് 1753 ഓഗസ്റ്റ് 15. ഇന്ത്യയിൽ ഡച്ച് പതനത്തിന് കാരണമായ സന്ധിയാണ് മാവേലിക്കര സന്ധി. അപ്പോൾ ഇന്ത്യയിൽ ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ സന്ധിയാണെന്ത്? മാവേലിക്കര സന്ധി 1753 ഓഗസ്റ്റ് 15. അപ്പോൾ ഈ ഡച്ചുകാരുടെ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഡച്ചുകാർ ഇന്ത്യയിൽ വന്ന വർഷമാണ് AD 1595. ഇന്ത്യയിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് AD 1602. ഇന്ത്യയിൽ രണ്ടാമതായി എത്തിയ യൂറോപ്യൻ ശക്തികളാണ് ഡച്ചുകാർ. അതേപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് ആദ്യം തിരിച്ചുപോയ യൂറോപ്യൻ ശക്തികളും ഡച്ചുകാരാണ്. ഡച്ചുകാർ ഇന്ത്യയിൽ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ചത് മസൂലി പട്ടണത്താണ്. ഡച്ചുകാർ ഉൾപ്പെടുന്ന മതവിഭാഗം പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗം. ഡച്ചുകാർ ആരെ പരാജയപ്പെടുത്തിയാണ് കൊല്ലം പിടിച്ചെടുത്തത്? പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയാണ് ഡച്ചുകാർ കൊല്ലം പിടിച്ചെടുത്തത്. അപ്പോൾ ഈ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറലാണ് അഡ്മിറൽ വാൻ ഗോയിൻസ്. അപ്പോൾ ഈ ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്ന് കൊല്ലം പിടിച്ചെടുത്ത വർഷമാണ് 1658. ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്ത വർഷമാണ് 1663. അപ്പോൾ ഇന്ത്യയിൽ പാശ്ചാത്യ ശാസ്ത്രം പ്രചരിപ്പിച്ചത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡച്ചുകാരാണ്. 1744 കൊച്ചിയിൽ ബോൾഗാട്ടി കൊട്ടാരം നിർമ്മിച്ചത് ഡച്ചുകാരാണ്. ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. അത് 1741 ഓഗസ്റ്റ് 10 നടന്നത്. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ച് കപ്പിത്താനായ ഡിലനോയെ തടവുകാരനാക്കി. തിരുവിതാംകൂർ സൈന്യത്തിന് ശേഷം പരിശീലനം നൽകിയത് ഈ ഒരു ഡിലനോയാണ്. തിരുവിതാംകൂറിൻ്റെ വലിയ കപ്പിത്താനെന്ന് ഈ ഒരു ഡിലനോയ് അറിയപ്പെട്ടു. ഡിലനോയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിയിലെ ഉദയഗിരി കോട്ടയിലാണ്. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് ഇന്ത്യയിൽ ഡച്ചുകാരുടെ പ്രധാന സംഭാവനകളാണ് ഉപ്പ് നിർമ്മാണം, വസ്ത്രത്തിലെ ചായമുക്കൽ, ഹോർത്തൂസ്, മലബാറിക്കസ്. കേരളത്തിൽ തെങ്ങ് കൃഷിയും നെൽകൃഷിയും പ്രോത്സാഹിപ്പിച്ച വിദേശികളാണ് ഡച്ചുകാർ. ഏഷ്യയിൽ ഡച്ചുകാരുടെ ഏറ്റവും വലിയ കോളനി ആയിരുന്നത് ഇന്തോനേഷ്യയാണ്. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് മാവേലിക്കര സന്ധി. അതിൻ്റെ വർഷമെന്ന് പറയുമ്പോൾ 1753 ഓഗസ്റ്റ് 15. നമ്മുടെ ഇന്ത്യയിൽ ഡച്ച് പതനത്തിന് കാരണമായ ഒരു സന്ധിയാണ് മാവേലിക്കര സന്ധി 1753. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നേരത്തെ പറഞ്ഞ ഹോർത്തൂസ് മലബാറിക്കസിനെ കുറിച്ചാണ്. അപ്പോൾ ഡച്ചുകാരുടെ ഒരു പ്രധാന സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ്. അപ്പോൾ അതിനെക്കുറിച്ച് നോക്കാം. ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഈ ഒരു ഹോർത്തൂസ് മലബാറിക്കസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുമ്പോൾ മലബാറിലെ പൂന്തോട്ടം എന്നാണ്. അപ്പോൾ ഈ ഒരു ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച ഭാഷയെന്നത് ലാറ്റിൻ ഭാഷയിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചത്. ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രതിപാദിച്ചിരിക്കുന്നത് മലബാറിലെ സസ്യജാലങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസിൽ പറയുന്നത് എന്താണ്? മലബാറിലെ സസ്യജാലങ്ങളെക്കുറിച്ചാണ്. കേരളാരാമം എന്നറിയപ്പെടുന്നതാണ് ഹോർത്തൂസ് മലബാറിക്കസ്. അപ്പോൾ കേരളാരാമം എന്നറിയപ്പെടുന്ന ഗ്രന്ഥം ഏതാണ്? ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച കാലഘട്ടമാണ് 1678 മുതൽ 1703 വരെ. അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച കാലഘട്ടമാണ് 1678 മുതൽ 1703 വരെ. ഹോർത്തൂസ് മലബാറിക്കസിലെ ആകെ വാല്യങ്ങളാണ് 12 വാല്യങ്ങൾ. അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസിൽ ആകെ എത്ര വാല്യങ്ങളുണ്ട്?
12 വാല്യങ്ങൾ ഉണ്ട്. അതിൽ ടോട്ടലായിട്ട് 742 സസ്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസിൽ ആകെ 12 വാല്യങ്ങളും ആ ഒരു 12 വാല്യങ്ങളിൽ 742 സസ്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. അപ്പോൾ മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ഏതാണ്? ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കാൻ നേതൃത്വം നൽകിയത് അഡ്മിറൽ വാൻഡ്രീഡ് ആണ്. അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കാൻ നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? അഡ്മിറൽ വാൻഡ്രീഡ് ആണ്. മലയാള ലിപി അച്ചടിക്കുവാൻ വാൻഡ്രീഡിനെ സഹായിച്ച വ്യക്തിയാണ് ഇമ്മാനുവൽ റോയ്. അപ്പോൾ മലയാള ലിപി അച്ചടിക്കുവാൻ വാൻഡ്രീഡിനെ സഹായിച്ച വ്യക്തി ആരാണ്? ഇമ്മാനുവൽ റോയ് ആണ്. അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കാൻ നേതൃത്വം നൽകിയത് അഡ്മിറൽ വാൻഡ്രീഡ്. അപ്പോൾ ഈ അഡ്മിറൽ വാൻഡ്രീഡിന് മലയാള ലിപി അച്ചടിക്കുവാൻ അറിഞ്ഞുകൂടാ. ഈ ഒരു മലയാള ലിപി അച്ചടിക്കുവാൻ വാൻഡ്രീഡിനെ സഹായിച്ചത് ഇമ്മാനുവൽ റോയ് ആണ്. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയുമായി ബന്ധപ്പെട്ട കാർമലറ്റ് സന്യാസിയാണ് മാത്യൂസ്. അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയുമായി ബന്ധപ്പെട്ട എഴുതി തയ്യാറാക്കിയ അതുമായിട്ട് ബന്ധപ്പെട്ട കാർമലറ്റ് സന്യാസിയാണ് മാത്യൂസ് എന്ന് പറയുന്നത്. ഹോർത്തൂസ് മലബാറിക്കസിലെ ചിത്രങ്ങൾ വരച്ചത് മാത്യൂസ് ആണ്. അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസിലെ ചിത്രങ്ങൾ വരച്ചത് ആരാണ്? മാത്യൂസ് ആണ്. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയുമായി സഹകരിച്ച ഈഴവ വൈദ്യനാണ് ഇ.ടി. അച്യുതൻ. ഇതൊക്കെ നമ്മൾ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയുമായി സഹായിച്ച ഈഴവ വൈദ്യനാണ് ഇ.ടി. അച്യുതൻ. ഇ.ടി. അച്യുതൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കെല്ലാട്ടുപറമ്പാണ്. അപ്പോൾ ചേർത്തലയിലെ കെല്ലാട്ടുപറമ്പിലാണ് ഇ.ടി. അച്യുതൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ഹോർത്തൂസ് മലബാറിക്കസിൽ ആദ്യം പ്രതിപാദിക്കുന്ന സസ്യമാണ് തെങ്ങ്. അപ്പോൾ നമ്മുടെ ഹോർത്തൂസ് മലബാറിക്കസിൽ ആദ്യം പ്രതിപാദിക്കുന്ന സസ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? തെങ്ങാണ്. അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച സ്ഥലമാണ് നെതർലൻഡിലെ ആംസ്റ്റർഡാം. അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നെതർലൻഡിലെ ആംസ്റ്റർഡാമാണ്. അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസിൽ ആദ്യം പ്രതിപാദിക്കുന്ന സസ്യം തെങ്ങാണ്. ഹോർത്തൂസ് മലബാറിക്കസിൽ അവസാനം പ്രതിപാദിക്കുന്ന സസ്യമാണ് ആല്. അപ്പോൾ ആദ്യം തെങ്ങ് കാണും, ലാസ്റ്റായിട്ട് എന്ത് കാണും? ആലാണ് പ്രതിപാദിക്കുന്ന സസ്യം. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയുമായി സഹകരിച്ച ബ്രാഹ്മണരാണ് അപ്പുഭട്ട്, രംഗഭട്ട്, വിനായക് ഭട്ട്. അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയുമായി ബന്ധപ്പെട്ട ബ്രാഹ്മണരാണ് അപ്പുഭട്ട്, രംഗഭട്ട്, വിനായക ഭട്ട്. ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ K.S. മണിലാൽ. അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത വ്യക്തിയാണ് ആര്? ഡോക്ടർ K.S. മണിലാൽ. അപ്പോൾ നമുക്ക് ഈ ഹോർത്തൂസ് മലബാറിക്കസ് ഒന്നുകൂടി നോക്കാം. ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഈ ഒരു ഹോർത്തൂസ് മലബാറിക്കസ് എന്ന വാക്കിൻ്റെ അർത്ഥമാണ് മലബാറിൻ്റെ പൂന്തോട്ടം. ഈ ഒരു ഹോർത്തൂസ് മലബാറിക്കസ് ലാറ്റിൻ ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചത്. ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രതിപാദിച്ചിരിക്കുന്നത് മലബാറിലെ സസ്യജാലങ്ങളെക്കുറിച്ചാണ്. കേരളാരാമം എന്നറിയപ്പെടുന്ന ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച കാലഘട്ടമാണ് 1678 മുതൽ 1703 വരെ. അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച കാലഘട്ടം എന്നാണ് 1678 മുതൽ 1703 വരെ. ഹോർത്തൂസ് മലബാറിക്കസിലെ ആകെ വാല്യങ്ങളാണ് 12 വാല്യങ്ങൾ. അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസിലെ ആകെ വാല്യങ്ങളാണ് 12 വാല്യങ്ങൾ. ടോട്ടലായിട്ട് 742 സസ്യങ്ങൾ. മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. അപ്പോൾ മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ടോട്ടൽ ആകെ 12 വാല്യങ്ങളും 742 സസ്യങ്ങളും. ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കാൻ നേതൃത്വം നൽകിയത് അഡ്മിറൽ വാൻഡ്രീഡ് ആണ്. മലയാള ലിപി അച്ചടിക്കുവാൻ വാൻഡ്രീഡിനെ സഹായിച്ചത് ഇമ്മാനുവൽ റോയ് ആണ്. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയുമായി ബന്ധപ്പെട്ട കാർമലറ്റ് സന്യാസിയാണ് മാത്യൂസ്. അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസിലെ ചിത്രങ്ങൾ വരച്ചത് ഈ ഒരു മാത്യൂസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയുമായി സഹകരിച്ച ഈഴവ വൈദ്യനാണ് ഇ.ടി. അച്യുതൻ. ഇ.ടി. അച്യുതൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചേർത്തലയിലെ കെല്ലാട്ടുപറമ്പാണ്. ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച സ്ഥലമാണ് നെതർലൻഡിലെ ആംസ്റ്റർഡാം. ഹോർത്തൂസ് മലബാറിക്കസിൽ ആദ്യം പ്രതിപാദിക്കുന്ന സസ്യമാണ് തെങ്ങ്.
ഹോർത്തൂസ് മലബാറിക്കസിൽ അവസാനം പ്രതിപാദിക്കുന്ന സസ്യമാണ് ആല്. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയുമായി സഹകരിച്ച ബ്രാഹ്മണരാണ് അപ്പുഭട്ട്, രംഗഭട്ട്, വിനായക ഭട്ട്. അടുത്തായിട്ട് ലാസ്റ്റായിട്ട് പറഞ്ഞത് ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ KS മണിലാൽ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡച്ചുകാരെക്കുറിച്ച് മെയിനായിട്ട് പറയുന്നത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്രഞ്ചുകാരെ കുറിച്ചാണ്. അപ്പോൾ ഇന്ത്യയിൽ അവസാനമെത്തിയ യൂറോപ്യൻ ശക്തികളാണ് ഫ്രഞ്ച്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഒരു കോഡ് പറഞ്ഞു, പോഡ ബീഫെ. പോഡ ബീഫെ നമ്മൾ നേരത്തെ പറഞ്ഞ കോഡാണ് പോഡ ബീഫെ. പോർച്ചുഗീസ്, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ. അപ്പോൾ നമ്മൾ പോർച്ചുഗീസുകാരെ കുറിച്ച് പറഞ്ഞു, ഡച്ചുകാരെ കുറിച്ച് പറഞ്ഞു. അവിടെ നമ്മൾ ഫ്രഞ്ചുകാരെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യയിൽ അവസാനമെത്തിയ യൂറോപ്യൻ ശക്തികളാണ് ഫ്രഞ്ചുകാർ. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1664. അപ്പോൾ ഇന്ത്യയിൽ അവസാനമെത്തിയ യൂറോപ്യൻ ശക്തി ഫ്രഞ്ചുകാരാണ്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷമാണ് 1664. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വ്യക്തിയാണ് കോൾബർട്ട്. അപ്പോൾ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വ്യക്തിയാണ് കോൾബർട്ട്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്ന സമയത്ത് ഫ്രഞ്ച് ചക്രവർത്തിയാണ് ലൂയി 14. അപ്പോൾ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്ന സമയത്ത് ഫ്രഞ്ച് ചക്രവർത്തിയാണ് ലൂയി 14. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്രഞ്ച് ഡയറക്ടർ ജനറലാണ് ഫ്രാങ്കോയിസ് മാർട്ടിൻ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഫ്രഞ്ച് ഡയറക്ടർ ജനറലായ വ്യക്തിയാണ് ഫ്രാങ്കോയിസ് മാർട്ടിൻ. ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനമാണ് പോണ്ടിച്ചേരി. അപ്പോൾ ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം എവിടെയാണ്? പോണ്ടിച്ചേരിയാണ്. പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് ഗവർണറാണ് ഫ്രാങ്കോയിസ് മാർട്ടിൻ. അപ്പോൾ പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഫ്രാങ്കോയിസ് മാർട്ടിനാണ്. 1668 ഫ്രഞ്ചുകാർ ഇന്ത്യയിലെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ആരംഭിച്ചത് സൂററ്റിലാണ്. അപ്പോൾ 1668 ഫ്രഞ്ചുകാർ ഇന്ത്യയിലെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ആരംഭിച്ചത് എവിടെയാണ്? സൂററ്റിലാണ്. ഫ്രഞ്ചുകാരുടെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളാണ് മാഹി, കേരളം, യാനം, പോണ്ടിച്ചേരി, ചന്ദ്രനഗർ, കാരയ്ക്കൽ. അപ്പോൾ ഫ്രഞ്ചുകാരുടെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? മാഹിയുണ്ട്, കേരളം, യാനം, പോണ്ടിച്ചേരി, ചന്ദ്രനഗർ, കാരയ്ക്കൽ. ഫ്രഞ്ച് അധീനതയിലായിരുന്ന കേരളത്തിനുള്ളിലെ പ്രദേശമാണ് മാഹി. അപ്പോൾ ഫ്രഞ്ച് അധീനതയിലുണ്ടായിരുന്ന കേരളത്തിനുള്ളിലെ പ്രദേശമാണ് മാഹി. ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മയ്യഴിപ്പുഴയാണ്. അപ്പോൾ ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മയ്യഴിപ്പുഴയാണ്. മയ്യഴിയിൽ ഫ്രഞ്ചുകാർ കോട്ട പണിത വർഷം 1724. അപ്പോൾ മയ്യഴിയിൽ ഫ്രഞ്ചുകാർ കോട്ട പണിത വർഷം എന്നാണ് 1724. ഇന്ത്യയിൽ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ. അപ്പോൾ ഇന്ത്യയിൽ വെച്ചിട്ട് ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ യുദ്ധങ്ങൾ നടന്നു. ആ യുദ്ധങ്ങളെ പറയുന്ന പേരാണ് കർണാട്ടിക് യുദ്ധങ്ങൾ. അത് അങ്ങോട്ട് പോകുമ്പോൾ നമുക്കത് നോക്കാം. ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ട വർഷമാണ് 1954. അപ്പോൾ ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ട വർഷം എന്നാണ് 1954. അപ്പോൾ ഇന്ത്യയിൽ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ. അത് കഴിഞ്ഞിട്ട് ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ട വർഷമാണ് 1954. അപ്പോൾ നമ്മൾ ഫ്രഞ്ചുകാരെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഇന്ത്യയിൽ അവസാനമെത്തിയ യൂറോപ്യൻ ശക്തികളാണ് ഫ്രഞ്ചുകാർ. അവർ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് 1664. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വ്യക്തിയാണ് കോൾബർട്ട്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്ന സമയത്തെ ഫ്രഞ്ച് ചക്രവർത്തിയാണ് ലൂയി 14. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്രഞ്ച് ഡയറക്ടറാണ് ഫ്രാങ്കോയിസ് മാർട്ടിൻ. ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനമാണ് പോണ്ടിച്ചേരി. പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് ഗവർണറാണ് ഫ്രാങ്കോയിസ് മാർട്ടിൻ. 1668 ഫ്രഞ്ചുകാർ ഇന്ത്യയിലെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ആരംഭിച്ചത് സൂററ്റിലാണ്. ഫ്രഞ്ചുകാരുടെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളാണ് മാഹി, കേരളം, യാനം, പോണ്ടിച്ചേരി, ചന്ദ്രനഗർ, കാരയ്ക്കൽ. ഫ്രഞ്ച് അധീനതയിലായിരുന്ന കേരളത്തിനുള്ളിലെ പ്രദേശമാണ് മാഹി. ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മയ്യഴിപ്പുഴയാണ്. മയ്യഴിയിൽ ഫ്രഞ്ചുകാർ കോട്ട പണിത വർഷമാണ് 1724. ഇന്ത്യയിൽ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ.
ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ട വർഷമാണ് 1954 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് അധിനിവേശം ഇന്ത്യയിൽ അവസാനിക്കാൻ കാരണമായ ഒരു യുദ്ധമാണ് വാണ്ടി വാഷ് യുദ്ധം. അപ്പോൾ നമുക്ക് ഈ ഒരു വാണ്ടി വാഷ് യുദ്ധത്തെക്കുറിച്ച് കൂടി നോക്കാം. അപ്പോൾ വാണ്ടി വാഷ് യുദ്ധം നടന്ന വർഷമാണ് 1760. അപ്പോൾ വാണ്ടി വാഷ് യുദ്ധം നടന്ന വർഷം എന്നാണ് 1760. ഫ്രഞ്ച് അധിനിവേശം ഇന്ത്യയിൽ അവസാനിക്കാൻ കാരണമായ യുദ്ധമാണ് വാണ്ടി വാഷ് യുദ്ധം. അപ്പോൾ ഫ്രഞ്ച് അധിനിവേശം ഇന്ത്യയിൽ അവസാനിക്കാൻ കാരണമായ യുദ്ധം ഏതാണ്? വാണ്ടി വാഷ് യുദ്ധമാണ്. അപ്പോൾ ഈ ഒരു വാണ്ടി വാഷ് യുദ്ധം നടന്ന ഇന്ത്യയിലെ സംസ്ഥാനമാണ് തമിഴ്നാട്. അപ്പോൾ തമിഴ്നാട് വച്ചിട്ടാണ് ഈ ഒരു വാണ്ടി വാഷ് യുദ്ധം 1760 നടന്നത്. വാണ്ടി വാഷ് യുദ്ധത്തിൽ ഇംഗ്ലീഷ് സൈന്യത്തെ നയിച്ചതാണ് സർ ഐർക്യൂട്ട്. അപ്പോൾ വാണ്ടി വാഷ് യുദ്ധത്തിൽ ഇംഗ്ലീഷ് സൈന്യത്തെ നയിച്ചതാരാണ്? സർ ഐർക്യൂട്ടാണ്. വാണ്ടി വാഷ് യുദ്ധത്തിൽ ഫ്രഞ്ച് സൈന്യത്തെ നയിച്ചത് കൗണ്ട് ഡി ലാലി. അപ്പോൾ വാണ്ടി വാഷ് യുദ്ധത്തിൽ ഇംഗ്ലീഷ് സൈന്യത്തെ നയിച്ചത് സർ ഐർക്യൂട്ടും വാണ്ടി വാഷ് യുദ്ധത്തിൽ ഫ്രഞ്ച് സൈന്യത്തെ നയിച്ചത് കൗണ്ട് ഡി ലാലിയുമാണ്. അപ്പോൾ ഒന്നുകൂടി നമുക്ക് നോക്കാം. വാണ്ടി വാഷ് യുദ്ധം നടന്നത് 1760 ഫ്രഞ്ച് അധിനിവേശം ഇന്ത്യയിൽ അവസാനിക്കാൻ കാരണമായ യുദ്ധമാണ് വാണ്ടി വാഷ് യുദ്ധം. വാണ്ടി വാഷ് യുദ്ധം നടന്ന ഇന്ത്യയിലെ സംസ്ഥാനമാണ് തമിഴ്നാട്. വാണ്ടി വാഷ് യുദ്ധത്തിൽ ഇംഗ്ലീഷ് സൈന്യത്തെ നയിച്ചത് സർ ഐർക്യൂട്ടാണ്. വാണ്ടി വാഷ് യുദ്ധത്തിൽ ഫ്രഞ്ച് സൈന്യത്തെ നയിച്ചത് കൗണ്ട് ഡി ലാലിയാണ്. അടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ കർണാട്ടിക് യുദ്ധങ്ങളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ കർണാട്ടിക് യുദ്ധം, ഒന്നാം കർണാട്ടിക് യുദ്ധം എന്നുമുണ്ട്, രണ്ടാം കർണാട്ടിക് യുദ്ധമുണ്ട്, മൂന്നാം കർണാട്ടിക് യുദ്ധമുണ്ട്. അപ്പോൾ ഈ ഒരു യുദ്ധത്തെ നമ്മൾ കറക്റ്റായിട്ടൊന്ന് അനലൈസ് ചെയ്യാൻ പോകാം. അപ്പോൾ കർണാട്ടിക് യുദ്ധങ്ങളെക്കുറിച്ച് നോക്കാം. അപ്പോൾ യൂറോപ്പിൽ നടന്ന ആസ്ട്രിയൻ പിന്തുടർച്ചാവകാശത്തിൻ്റെ ഭാഗമായി ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ ഇന്ത്യയിൽ വച്ച് നടന്ന പ്രധാന യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ. അപ്പോൾ യൂറോപ്പിൽ നടന്ന ആസ്ട്രിയൻ പിന്തുടർച്ചാവകാശത്തിൻ്റെ ഭാഗമായി ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ ഇന്ത്യയിൽ വച്ച് നടന്ന പ്രധാന യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ. അപ്പോൾ ഈ കർണാട്ടിക് യുദ്ധങ്ങൾ ആര് തമ്മിലാണ് നടന്നത്? ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ ഇന്ത്യയിൽ വച്ച് നടന്ന യുദ്ധമാണ് കർണാട്ടിക് യുദ്ധം. കർണാട്ടിക് യുദ്ധത്തിൻ്റെ കാലഘട്ടമാണ് 1746 മുതൽ 1763 വരെ. അപ്പോൾ 1746 1763 ഈ ഒരു കാലഘട്ടത്തിലാണ് കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നത്. ഒന്നാം കർണാട്ടിക് യുദ്ധം. അപ്പോൾ ഒന്നാം കർണാട്ടിക് യുദ്ധം തുടങ്ങിയത് 1746 മുതൽ 1748 വരെ. അപ്പോൾ 1746 1748 ആ ഒരു കാലഘട്ടത്തിലാണ് ഒന്നാം കർണാട്ടിക് യുദ്ധം നടന്നത്. യൂറോപ്പിലുണ്ടായ ആംഗ്ലോ ഫ്രഞ്ച് യുദ്ധത്തിൻ്റെ പരിണിത ഫലമാണ് ഒന്നാം കർണാട്ടിക് യുദ്ധം. അപ്പോൾ യൂറോപ്പിൽ നടന്ന ആംഗ്ലോ ഫ്രഞ്ച് യുദ്ധത്തിൻ്റെ പരിണിത ഫലമാണെന്ത്? ഒന്നാം കർണാട്ടിക് യുദ്ധം. ഒന്നാം കർണാട്ടിക് യുദ്ധത്തിൻ്റെ പ്രധാന കാരണമാണ് ഇന്ത്യയിൽ വ്യാപാര കുത്തക നേടിയെടുക്കുവാനുള്ള ബ്രിട്ടീഷുകാരുടെയും ഫ്രഞ്ചുകാരുടെയും ശ്രമം. അപ്പോൾ ഒന്നാം കർണാട്ടിക് യുദ്ധത്തിൻ്റെ പ്രധാന കാരണം എന്താണ്? ഇന്ത്യയിൽ വ്യാപാര കുത്തക നേടിയെടുക്കുവാനുള്ള ബ്രിട്ടീഷുകാരുടെയും ഫ്രഞ്ചുകാരുടെയും ശ്രമമാണ്. ഒന്നാം കർണാട്ടിക് യുദ്ധത്തിൻ്റെ ഫലമായി ഫ്രഞ്ചുകാർ ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തി പിടിച്ചെടുത്ത പ്രദേശമാണ് മദ്രാസ്. അപ്പോൾ ഒന്നാം കർണാട്ടിക് യുദ്ധത്തിൻ്റെ ഫലമായി ഫ്രഞ്ചുകാർ ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തി പിടിച്ചെടുത്ത പ്രദേശം ഏതാണ്? മദ്രാസാണ്. അപ്പോൾ ഒന്നാം കർണാട്ടിക് യുദ്ധത്തിൽ ഫ്രഞ്ചുകാർ ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തി മദ്രാസ് പിടിച്ചെടുത്തു. ഒന്നാം കർണാട്ടിക് യുദ്ധ സമയത്തെ ഫ്രഞ്ച് ഗവർണറാണ് ഡ്യൂപ്ലേ. അപ്പോൾ ഒന്നാം കർണാട്ടിക് യുദ്ധ സമയത്തെ ഫ്രഞ്ച് ഗവർണറായിരുന്ന വ്യക്തിയാണ് ഡ്യൂപ്ലേ. അപ്പോൾ ഈ ഡ്യൂപ്ലേയുടെ കീഴിലാണ് നമ്മുടെ മദ്രാസ് ഫ്രഞ്ചുകാർ പിടിച്ചെടുത്തത്. ഒന്നാം കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധിയാണ് 1748 ആക്സല ചാപ്ലെ സന്ധി. അപ്പോൾ ഒന്നാം കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി ഏതാണ്? ആക്സല ചാപ്ലെ സന്ധി 1748. ആക്സല ചാപ്ലെ സന്ധി പ്രകാരം ബ്രിട്ടീഷുകാർക്ക് തിരികെ ലഭിച്ച പ്രദേശമാണ് മദ്രാസ്. അപ്പോൾ ആക്സല ചാപ്ലെ സന്ധി പ്രകാരം ബ്രിട്ടീഷുകാർക്ക് തിരികെ എന്ത് ലഭിച്ചു? മദ്രാസ് തിരികെ ലഭിച്ചു. ഫ്രഞ്ചുകാർക്ക് തിരികെ ലഭിച്ച പ്രദേശമാണ് അമേരിക്കയിലെ ലൂയിസ്ബർഗ്. അപ്പോൾ ഫ്രഞ്ചുകാർക്ക് തിരികെ ലഭിച്ച പ്രദേശം ഏതാണ്? അമേരിക്കയിലെ ലൂയിസ്ബർഗ്.
അപ്പോൾ നമ്മൾ ഒന്നാം കർണാടിക് യുദ്ധത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഒന്നാം കർണാടിക് യുദ്ധം 1746 1748 ആ ഒരു കാലഘട്ടത്തിലാണ് നടന്നത്. യൂറോപ്പിലുണ്ടായ ആംഗ്ലോ ഫ്രഞ്ച് യുദ്ധത്തിൻ്റെ പരിണിത ഫലമാണ് ഒന്നാം കർണാടിക് യുദ്ധം. ഒന്നാം കർണാടിക് യുദ്ധത്തിൻ്റെ പ്രധാന കാരണമെന്ന് പിന്നെ പറയുന്നത് ഇന്ത്യയിൽ വ്യാപാര കുത്തക നേടിയെടുക്കുവാനുള്ള ബ്രിട്ടീഷുകാരുടെയും ഫ്രഞ്ചുകാരുടെയും ശ്രമമാണ്. ഒന്നാം കർണാടിക് യുദ്ധത്തിൻ്റെ ഫലമായി ഫ്രഞ്ചുകാർ ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തി പിടിച്ചെടുത്ത പ്രദേശമാണ് മദ്രാസ്. അപ്പോൾ ഒന്നാം കർണാടിക് യുദ്ധത്തിൽ ഫ്രഞ്ചുകാർ ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തി ബ്രിട്ടീഷുകാരുടെ ആ ഒരു അധീനതയിലുണ്ടായിരുന്ന മദ്രാസ് പിടിച്ചെടുത്തു. ഒന്നാം കർണാടിക് യുദ്ധ സമയത്തെ ഫ്രഞ്ച് ഗവർണറാണ് ഡ്യൂപ്ലെ. ഒന്നാം കർണാടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധിയാണ് 1748 ആക്സല-ചാപ്ലെ സന്ധി. അപ്പോൾ ഈ ഒരു ആക്സല-ചാപ്ലെ സന്ധി പ്രകാരം ബ്രിട്ടീഷുകാർക്ക് തിരികെ ലഭിച്ച പ്രദേശമാണ് മദ്രാസ്, ഫ്രഞ്ചുകാർക്ക് തിരികെ ലഭിച്ച പ്രദേശമാണ് ലൂയിസ്ബർഗ്. അപ്പോൾ ഇതാണ് ഒന്നാം കർണാടിക് യുദ്ധത്തിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കേണ്ടത് രണ്ടാം കർണാടിക് യുദ്ധത്തിനെ കുറിച്ചാണ്. അപ്പോൾ രണ്ടാം കർണാടിക് യുദ്ധത്തിൻ്റെ കാലഘട്ടമാണ് 1749 1754. അപ്പോൾ രണ്ടാം കർണാടിക് യുദ്ധത്തിൻ്റെ കാലഘട്ടമാണ് 1749 1754. രണ്ടാം കർണാടിക് യുദ്ധത്തിൻ്റെ പ്രധാന കാരണമാണ് ഹൈദരാബാദിലും കർണാടകയിലുമുണ്ടായ പിന്തുടർച്ചാവകാശ തർക്കം. അപ്പോൾ രണ്ടാം കർണാടിക് യുദ്ധത്തിൻ്റെ പ്രധാന കാരണം എന്താണ്? ഹൈദരാബാദിലും കർണാടകയിലുമുണ്ടായ പിന്തുടർച്ചാവകാശ തർക്കം. അപ്പോൾ മെയിനായിട്ട് ഈ ഒരു പിന്തുടർച്ചാവകാശ തർക്കവും അതേപോലെ തന്നെ വേറെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ടാണ് ഈ ഒരു കർണാടിക് യുദ്ധം ഉണ്ടാകുന്നത്. അപ്പോൾ രണ്ടാം കർണാടിക് യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ചത് റോബർട്ട് ക്ലൈവ് ആണ്. അപ്പോൾ രണ്ടാം കർണാടിക് യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ചത് ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. രണ്ടാം കർണാടിക് യുദ്ധത്തിൻ്റെ ഫലമായി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത പ്രദേശമാണ് കർണാടകത്തിലെ ആർക്കോട്ട്. അപ്പോൾ രണ്ടാം കർണാടിക് യുദ്ധത്തിൻ്റെ ഫലമായി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത പ്രദേശം ഏതാണ്? കർണാടകത്തിലെ ആർക്കോട്ടാണ്. ആർക്കോട്ട് പിടിച്ചെടുക്കുന്നതിന് നേതൃത്വം നൽകിയത് റോബർട്ട് ക്ലൈവ് ആണ്. അപ്പോൾ ആർക്കോട്ട് പിടിച്ചെടുക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. രണ്ടാം കർണാടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധിയാണ് 1754 പോണ്ടിച്ചേരി സന്ധി. അപ്പോൾ രണ്ടാം കർണാടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1754 പോണ്ടിച്ചേരി സന്ധിയാണ്. പോണ്ടിച്ചേരി സന്ധിയുടെ ഫലമായി ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുടെ പൊതു കാര്യങ്ങളിൽ ഇടപെടില്ല എന്ന് ഇരു രാജ്യങ്ങളും ധാരണയായി. അപ്പോൾ പോണ്ടിച്ചേരി സന്ധിയുടെ ഫലമായിട്ട് ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുടെ പൊതുകാര്യങ്ങളിൽ ഇടപെടില്ല എന്ന് രണ്ട് രാജ്യങ്ങളും ധാരണയായി. അപ്പോൾ രണ്ടാം കർണാടിക് യുദ്ധം ഒന്നുകൂടി നോക്കാം. രണ്ടാം കർണാടിക് യുദ്ധത്തിൻ്റെ കാലഘട്ടമാണ് 1749 1754. രണ്ടാം കർണാടിക് യുദ്ധത്തിൻ്റെ പ്രധാന കാരണമാണ് ഹൈദരാബാദിലും കർണാടകയിലുമുണ്ടായ പിന്തുടർച്ചാവകാശ തർക്കം. രണ്ടാം കർണാടിക് യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ചതാണ് റോബർട്ട് ക്ലൈവ്. രണ്ടാം കർണാടിക് യുദ്ധത്തിൻ്റെ ഫലമായി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത പ്രദേശമാണ് ആർക്കോട്ട്. ആർക്കോട്ട് പിടിച്ചെടുക്കുന്നതിന് നേതൃത്വം നൽകിയത് റോബർട്ട് ക്ലൈവ് ആണ്. അപ്പോൾ കർണാടിക് യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ച റോബർട്ട് ക്ലൈവ് ആണ് ഈ ഒരു ആർക്കോട്ട് പിടിച്ചെടുക്കുന്നതിന് നേതൃത്വം നൽകിയത്. രണ്ടാം കർണാടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധിയാണ് 1754 പോണ്ടിച്ചേരി സന്ധി. അപ്പോൾ ഒന്നാം കർണാടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധിയാണ് ആക്സല-ചാപ്ലെ സന്ധി. ഇത് നമ്മുടെ പോണ്ടിച്ചേരി സന്ധി. അപ്പോൾ പോണ്ടിച്ചേരി സന്ധിയുടെ ഫലമായി ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളുടെ പൊതുകാര്യങ്ങളിൽ ഇടപെടില്ല എന്ന് രണ്ട് രാജ്യങ്ങളിലും ധാരണയായി. അപ്പോൾ ഇതാണ് രണ്ടാം കർണാടിക് യുദ്ധമെന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് മൂന്നാം കർണാടിക് യുദ്ധമാണ്. മൂന്നാം കർണാടിക് യുദ്ധത്തിൻ്റെ കാലഘട്ടമാണ് 1758 1763. ഇതൊക്കെ അടുത്തടുത്താണ് വരുന്നത്. അപ്പോൾ മൂന്നാം കർണാടിക് യുദ്ധത്തിൻ്റെ കാലഘട്ടമാണ് 1758 1763. അപ്പോൾ ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള സപ്തവത്സര യുദ്ധം ആരംഭിച്ചത് 1756. അപ്പോൾ ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള സപ്തവത്സര യുദ്ധം ആരംഭിച്ചതെന്നാണ് 1756. അപ്പോൾ ഈ ഒരു സപ്തവത്സര യുദ്ധത്തിൻ്റെ അനന്തര ഫലം എന്ന് പറയുന്നത് മൂന്നാം കർണാടിക് യുദ്ധമാണ്. അപ്പോൾ സപ്തവത്സര യുദ്ധത്തിൻ്റെ അനന്തര ഫലം എന്നറിയപ്പെടുന്നത് എന്താണ്? മൂന്നാം കർണാടിക് യുദ്ധമാണ്. മൂന്നാം കർണാടിക് യുദ്ധ സമയത്തെ ഫ്രഞ്ച് ഗവർണറാണ് കൗണ്ട് ഡി ലാലി. അപ്പോൾ മൂന്നാം കർണാടിക് യുദ്ധ സമയത്തെ
ഫ്രഞ്ച് ഗവർണറാണ് കൗണ്ട് ഡി ലാലി. മൂന്നാം കർണാട്ടിക് യുദ്ധത്തിൻ്റെ ഫലമായി ഫ്രഞ്ചുകാർ പിടിച്ചെടുത്ത കോട്ടയാണ് സെൻറ്റ് ജോർജ് കോട്ട. അപ്പോൾ മൂന്നാം കർണാട്ടിക് യുദ്ധത്തിൻ്റെ ഫലമായി ഫ്രഞ്ചുകാർ പിടിച്ചെടുത്ത കോട്ടയാണ് സെൻറ്റ് ജോർജ് കോട്ട. അപ്പോൾ മൂന്നാം കർണാട്ടിക് യുദ്ധ സമയത്ത് ഫ്രഞ്ച് ഗവർണറാണ് കൗണ്ട് ഡി ലാലി. ഈ ഒരു മൂന്നാം കർണാട്ടിക് യുദ്ധത്തിൻ്റെ ഫലമായി ഫ്രഞ്ചുകാർ പിടിച്ചെടുത്ത കോട്ടയാണ് സെൻറ്റ് ജോർജ് കോട്ട. അപ്പോൾ ഈ ഒരു മൂന്നാം കർണാട്ടിക് യുദ്ധത്തിലാണ് ബ്രിട്ടീഷുകാരുടെ മുന്നിൽ ഫ്രഞ്ചുകാർ പൂർണ്ണമായി പരാജയപ്പെട്ടത്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ മുന്നിൽ ഫ്രഞ്ചുകാർ പൂർണ്ണമായി പരാജയപ്പെട്ട യുദ്ധമാണ് 1760 വാണ്ടി വാഷ് യുദ്ധം. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ മുന്നിൽ ഫ്രഞ്ചുകാർ പൂർണ്ണമായും പരാജയപ്പെട്ട യുദ്ധമാണ് 1760 വാണ്ടി വാഷ് യുദ്ധം. മൂന്നാം കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് 1763 പാരീസ് ഉടമ്പടി. അപ്പോൾ മൂന്നാം കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് 1763 പാരീസ് ഉടമ്പടി. അപ്പോൾ 1763 പാരീസ് ഉടമ്പടി പ്രകാരം ഫ്രഞ്ച് പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാർക്ക് കൈമാറി. അപ്പോൾ 1763 പാരീസ് ഉടമ്പടി പ്രകാരം എന്ത് ചെയ്തു? ഫ്രഞ്ച് പ്രദേശങ്ങൾ ആർക്ക് കൊടുത്തു? ബ്രിട്ടീഷുകാർക്ക് കൈമാറി. അപ്പോൾ മൂന്നാം കർണാട്ടിക് യുദ്ധം പറയുന്നത് ആ ഒരു മൂന്നാം കർണാട്ടിക് യുദ്ധത്തിൻ്റെ കാലഘട്ടമാണ് 1758-63 വരെ. ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള സപ്തവത്സര യുദ്ധം ആരംഭിച്ചത് 1756 സപ്തവത്സര യുദ്ധത്തിൻ്റെ അനന്തര ഫലമാണ് മൂന്നാം കർണാട്ടിക് യുദ്ധം. മൂന്നാം കർണാട്ടിക് യുദ്ധ സമയത്ത് ഫ്രഞ്ച് ഗവർണറാണ് കൗണ്ട് ഡി ലാലി. മൂന്നാം കർണാട്ടിക് യുദ്ധത്തിൻ്റെ ഫലമായി ഫ്രഞ്ചുകാർ പിടിച്ചെടുത്ത കോട്ടയാണ് സെൻറ്റ് ജോർജ് കോട്ട. ബ്രിട്ടീഷുകാരുടെ മുന്നിൽ ഫ്രഞ്ചുകാർ പൂർണ്ണമായി പരാജയപ്പെട്ട യുദ്ധമാണ് 1760 വാണ്ടി വാഷ് യുദ്ധം. മൂന്നാം കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് 1763 പാരീസ് ഉടമ്പടി. 1763 പാരീസ് ഉടമ്പടി പ്രകാരം ഫ്രഞ്ച് പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാർക്ക് കൈമാറി. അപ്പോൾ ഇതാണ് മൂന്നാം കർണാട്ടിക് യുദ്ധത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ബ്രിട്ടീഷുകാരെ കുറിച്ചാണ്. അപ്പോൾ ഈ ബ്രിട്ടീഷുകാർ കൂടെ ആകുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് ഇത് കഴിയുന്നതാണ്. അപ്പോൾ ബ്രിട്ടീഷുകാരെ കുറിച്ചാണ് അടുത്ത് പറയാൻ പോകുന്നത്. അക്ബറുടെ സദസ്സ് സന്ദർശിച്ച ആദ്യ ഇംഗ്ലീഷുകാരനാണ് മാസ്റ്റർ റാൽഫ് ഫിച്ച്. അപ്പോൾ അക്ബറുടെ സദസ്സ് സന്ദർശിച്ച ആദ്യ ഇംഗ്ലീഷുകാരനാണ് മാസ്റ്റർ റാൽഫ് ഫിച്ച്. 1583 ഇയാൾ അക്ബറുടെ സദസ്സ് സന്ദർശിക്കുന്നത്. മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയുമാണ് മാസ്റ്റർ റാൽഫ് ഫിച്ച്. അപ്പോൾ മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാരാണ്? മാസ്റ്റർ റാൽഫ് ഫിച്ച്. അപ്പോൾ ഇയാൾ അക്ബറുടെ സദസ്സാണ് സന്ദർശിച്ചത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കിഴക്കൻ രാജ്യങ്ങളിൽ വ്യാപാരം നടത്താൻ അനുമതി ലഭിച്ച ഉടമ്പടിയാണ് റോയൽ ചാർട്ടർ. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കിഴക്കൻ രാജ്യങ്ങളിൽ വ്യാപാരം നടത്താൻ അനുമതി ലഭിച്ച ഉടമ്പടിയാണ് റോയൽ ചാർട്ടർ. ഈ ഒരു റോയൽ ചാർട്ടർ അനുവദിച്ച ബ്രിട്ടീഷ് രാജ്ഞിയാണ് എലിസബത്ത് രാജ്ഞി ഫസ്റ്റ്. അപ്പോൾ റോയൽ ചാർട്ടർ അനുവദിച്ച ബ്രിട്ടീഷ് രാജ്ഞിയാണ് എലിസബത്ത് രാജ്ഞി ഫസ്റ്റ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷമാണ് 1600 ഡിസംബർ 31. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷമെന്നാണ് 1600 ഡിസംബർ 31. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ കച്ചവടക്കാരുടെ സംഘടനയാണ് മർച്ചൻ്റ് അഡ്വഞ്ചറീസ്. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകൃതമായത് 1600 ഈ ഒരു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ കച്ചവടക്കാരുടെ ഒരു സംഘടന, ആ സംഘടനയുടെ പേരാണ് മർച്ചൻ്റ് അഡ്വഞ്ചറീസ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ ആദ്യ നിയമമാണ് 1773 റെഗുലേറ്റിംഗ് ആക്ട്. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ ആദ്യ നിയമമാണെന്ത്? 1773 റെഗുലേറ്റിംഗ് ആക്ട്. ഇന്ത്യയിൽ ആദ്യത്തെ ബ്രിട്ടീഷ് ഫാക്ടറി സ്ഥാപിച്ച സ്ഥലമാണ് സൂററ്റ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം എവിടെയാണ്? സൂററ്റിലാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് മുമ്പ് ഇന്ത്യയിൽ വ്യാപാരം നടത്തിയിരുന്ന ഇംഗ്ലീഷുകാരനാണ് ജോൺ മിൽഡൺ ഫോൾ. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആ ഒരു രൂപീകരണത്തിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ വ്യാപാരം നടത്തിയിരുന്നു ഒരു ഇംഗ്ലീഷുകാരൻ. ആ ഇംഗ്ലീഷുകാരനാണ് ജോൺ മിൽഡൺ ഫോൾ.
ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ നാമമാണ് ജോൺ കമ്പനി. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യത്തെ പേരെന്താണ്? ജോൺ കമ്പനിയാണ്. ഇന്ത്യയിലെത്തിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കപ്പലാണ് ഹെക്ടർ. അപ്പോൾ ഇന്ത്യയിലെത്തിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കപ്പലിൻ്റെ പേരെന്താണ്? ഹെക്ടർ എന്നാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്ന സമയത്തെ ഇന്ത്യൻ ചക്രവർത്തിയാണ് അക്ബർ. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്ന സമയത്തെ ഇന്ത്യൻ ചക്രവർത്തിയാണ് അക്ബറാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ കച്ചവടം നടത്താൻ അനുമതി നൽകിയ മുഗൾ ഭരണാധികാരിയാണ് ജഹാംഗീർ. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്ന സമയത്തെ ഇന്ത്യൻ ചക്രവർത്തി അക്ബറും, അപ്പോൾ അക്ബറുടെ സാഹസമാണല്ലോ മാസ്റ്റർ റാൽഫ് ഫിച്ച് സന്ദർശിച്ചത്. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്ന സമയത്തെ ഇന്ത്യൻ ചക്രവർത്തിയാണ് അക്ബർ. എന്നാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ കച്ചവടം നടത്താനുള്ള അനുമതി നൽകിയ മുഗൾ ഭരണാധികാരിയാണ് ജഹാംഗീർ. മുഗൾ ഭരണാധികാരിയായ ജഹാംഗീറിൻ്റെ സദർസ് സന്ദർശിച്ച ഇംഗ്ലീഷുകാരനാണ് വില്യം ഹോക്കിൻസും തോമസ് റോയും. അപ്പോൾ മുഗൾ ഭരണാധികാരിയായ ജഹാംഗീറിൻ്റെ സദസ്സ് സന്ദർശിച്ച ഇംഗ്ലീഷുകാരാണ് വില്യം ഹോക്കിൻസും തോമസ് റോയും. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വ്യാപാര കാലാവധി നീട്ടി നൽകിയത് ജെയിംസ് ഫസ്റ്റാണ്. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വ്യാപാര കാലാവധി നീട്ടി നൽകിയതാരാണ്? ജെയിംസ് ഫസ്റ്റാണ്. 1644 സെൻറ്റ് ജോർജ് കോട്ട സ്ഥാപിച്ചത് ഫ്രാൻസിസ് ഡേ ആണ്. അപ്പോൾ 1644 സെൻറ്റ് ജോർജ് കോട്ട മദ്രാസിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് സ്ഥാപിച്ച വ്യക്തിയാണ് ഫ്രാൻസിസ് ഡേ. അപ്പോൾ 1644 സെൻറ്റ് ജോർജ് കോട്ട സ്ഥാപിച്ച വ്യക്തി ആരാണ്? ഫ്രാൻസിസ് ഡേ ആണ്. ഇത് മദ്രാസിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തലസ്ഥാനം സൂററ്റിൽ നിന്ന് ബോംബെയിലേക്ക് മാറ്റിയത് 1687. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തലസ്ഥാനം സൂററ്റിൽ നിന്ന് ബോംബെയിലേക്ക് മാറ്റിയത് 1687. ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായി പണ്ടകശാല സ്ഥാപിച്ചത് വിഴിഞ്ഞത്താണ്. അപ്പോൾ ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായി പണ്ടകശാല സ്ഥാപിച്ചത് എവിടെയാണ്? വിഴിഞ്ഞത്താണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച കോട്ടയാണ് മദ്രാസിലെ സെൻറ്റ് ജോർജ് കോട്ട. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച കോട്ട ഏതാണ്? സെൻറ്റ് ജോർജ് കോട്ടയാണ്. സ്ഥിതി ചെയ്യുന്നത് മദ്രാസിലാണ്. ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായി കോട്ട സ്ഥാപിച്ചത് അഞ്ചുതെങ്ങിലാണ്. 1695 അഞ്ചുതെങ്ങിലാണ് ബ്രിട്ടീഷുകാർ ആദ്യമായി ഒരു കോട്ട സ്ഥാപിച്ചത്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം 1721. അപ്പോൾ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം 1721. അപ്പോൾ നമ്മുടെ ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായി ഒരു കോട്ട സ്ഥാപിച്ചല്ലോ, അതാണ് അഞ്ചുതെങ്ങ് കോട്ട. അത് 1695 ഈ ഒരു അഞ്ചുതെങ്ങ് കോട്ട ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായി സ്ഥാപിച്ചത്. ഈ ഒരു അഞ്ചുതെങ്ങ് കലാപവും നടക്കുകയുണ്ടായി. അത് 1697. അപ്പോൾ 1695 അഞ്ചുതെങ്ങ് കോട്ട ബ്രിട്ടീഷുകാർ നിർമ്മിച്ചു. അഞ്ചുതെങ്ങ് കലാപം നടന്നത് 1697. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രിട്ടീഷുകാരുടെ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അക്ബറുടെ സദസ്സ് സന്ദർശിച്ച ആദ്യ ഇംഗ്ലീഷുകാരനാണ് മാസ്റ്റർ റാൽഫ് ഫിച്ച്. ഈ ഒരു വ്യക്തിയെ മാർഗദർശിയായ ഇംഗ്ലീഷുകാരനെന്നും അറിയപ്പെടുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കിഴക്കൻ രാജ്യങ്ങളിൽ വ്യാപാരം നടത്താൻ അനുമതി ലഭിച്ച ഉടമ്പടിയാണ് റോയൽ ചാർട്ടർ. ഈ ഒരു റോയൽ ചാർട്ടർ അനുവദിച്ച ബ്രിട്ടീഷ് രാജ്ഞിയാണ് എലിസബത്ത് രാജ്ഞി ഫസ്റ്റ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷമാണ് 1600 ഡിസംബർ 31. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ കച്ചവടക്കാരുടെ സംഘടനയാണ് മർച്ചൻ്റ് അഡ്വഞ്ചറീസ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ ആദ്യ നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട് 1773. ഇന്ത്യയിൽ ആദ്യത്തെ ബ്രിട്ടീഷ് ഫാക്ടറി സ്ഥാപിച്ച സ്ഥലമാണ് സൂററ്റ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് മുൻപ് ഇന്ത്യയിൽ വ്യാപാരം നടത്തിയിരുന്ന ഇംഗ്ലീഷുകാരനാണ് ജോൺ മിൽട്ടൺ ഫോള്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ നാമമാണ് ജോൺ കമ്പനി. ഇന്ത്യയിലെത്തിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കപ്പലാണ് ഹെക്ടർ. ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്ന സമയത്തെ ഇന്ത്യൻ ചക്രവർത്തിയാണ് അക്ബർ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ കച്ചവടം നടത്തുവാൻ അനുമതി നൽകിയ മുഗൾ ഭരണാധികാരിയാണ് ജഹാംഗീർ. മുഗൾ ഭരണാധികാരിയായ ജഹാംഗീറിൻ്റെ സദസ്സ് സന്ദർശിച്ച ഇംഗ്ലീഷുകാരനാണ് വില്യം ഹോക്കിൻസും തോമസ് റോയും. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വ്യാപാര കാലാവധി നീട്ടിക്കൊടുത്തത് ജെയിംസ് ഫസ്റ്റാണ്. 1644 സെൻറ്റ് ജോർജ് കോട്ട സ്ഥാപിച്ചത് മദ്രാസിലാണ്. അത് ഫ്രാൻസിസ് ഡേ ആണ്.
ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തലസ്ഥാനം സൂററ്റിൽ നിന്ന് ബോംബെയിലേക്ക് മാറ്റിയത് 1687. ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായി പണ്ടകശാല സ്ഥാപിച്ചത് വിഴിഞ്ഞത്താണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച കോട്ടയാണ് സെൻറ്റ് ജോർജ് കോട്ട, മദ്രാസ്. ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായി കോട്ട സ്ഥാപിച്ചത് അഞ്ചുതെങ്ങിലാണ് 1695. അതിൽ നമ്മൾ പറഞ്ഞത് അഞ്ചുതെങ്ങ് കലാപം 1697 നടന്നു. ആ കലാപത്തെക്കുറിച്ച് നമുക്ക് വഴിയെ നോക്കാം. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ഈ ഒരു കലാപം 1721 നടന്നു. അടുത്ത് നമുക്ക് കുറച്ച് ഇയറിനെ കുറിച്ച്, നമ്മുടെ ഓരോ ഈസ്റ്റ് ഇന്ത്യ കമ്പനികൾ സ്ഥാപിതമായ വർഷങ്ങളെക്കുറിച്ച് നോക്കാം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1600 സ്ഥാപിതമായത്. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1602 സ്ഥാപിതമായി. ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1616 സ്ഥാപിതമായി. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1664 സ്ഥാപിതമായി. പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1628 സ്ഥാപിതമായി. അപ്പോൾ ഒന്നുകൂടി നോക്കാം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1600, ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1602, ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1616, പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1628, ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1664. അപ്പോൾ നമ്മൾ ഡെൻമാർക്കുകാരെ കുറിച്ച് ഒന്ന് പറയാം. ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷമാണ് 1616. ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് മുഖ്യ പങ്ക് വഹിച്ച രാജാവാണ് ക്രിസ്ത്യൻ IV. ഡെൻമാർക്കുകാർ ഇന്ത്യയിൽ ആദ്യ ഫാക്ടറി സ്ഥാപിച്ചത് 1620. അപ്പോൾ ഡെൻമാർക്കുകാർ ഇന്ത്യയിൽ ആദ്യ ഫാക്ടറി സ്ഥാപിച്ചത് 1620. ഡെൻമാർക്കിൻ്റെ നിയന്ത്രണത്തിലുള്ള എല്ലാ കമ്പനികളും ബ്രിട്ടന് വിറ്റത് 1848. അപ്പോൾ ഡെൻമാർക്കിൻ്റെ നിയന്ത്രണത്തിലുള്ള എല്ലാ കമ്പനികളും ബ്രിട്ടന് വിറ്റതെന്നാണ് 1848. ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഫാക്ടറികൾ ഉണ്ടായിരുന്ന ഇന്ത്യയിലെ സ്ഥലങ്ങളാണ് ട്രാൻകൂബാറും സെറാംപൂറും. അപ്പോൾ ട്രാൻകൂബാർ തമിഴ്നാട്ടിലും സെറാംപൂർ പശ്ചിമ ബംഗാളിലും. ട്രാൻകൂബാർ ഇപ്പോൾ അറിയപ്പെടുന്ന പേരാണ് തരംഗമ്പാടി. അപ്പോൾ ട്രാൻകൂബാർ ഇപ്പോൾ അറിയപ്പെടുന്ന പേരെന്താണ്? തരംഗമ്പാടിയാണ്. ഇത് തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1616. ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് മുഖ്യ പങ്ക് വഹിച്ച രാജാവാണ് ക്രിസ്ത്യൻ IV. ഡെൻമാർക്കുകാർ ഇന്ത്യയിലെ ആദ്യ ഫാക്ടറി സ്ഥാപിച്ചത് 1620. ഡെൻമാർക്കിൻ്റെ നിയന്ത്രണത്തിലുള്ള എല്ലാ കമ്പനികളും ബ്രിട്ടന് വിറ്റത് 1848. ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഫാക്ടറികൾ ഉണ്ടായിരുന്ന ഇന്ത്യയിലെ സ്ഥലങ്ങളാണ് ട്രാൻകൂബാറും സെറാംപൂറും. അപ്പോൾ ഈ ട്രാൻകൂബാർ തമിഴ്നാടും സെറാംപൂർ ബംഗാളിലുമാണ്. ട്രാൻകൂബാർ ഇപ്പോൾ അറിയപ്പെടുന്ന പേരാണ് തരംഗമ്പാടി. ട്രാൻകൂബാർ ഇപ്പോൾ തരംഗമ്പാടി എന്ന്. അപ്പോൾ നമുക്ക് അടുത്ത് പറയേണ്ടതെന്ന് പറയുമ്പോൾ നമ്മുടെ യൂറോപ്യന്മാരുടെ വരവിൽ തന്നെയുള്ള മൈസൂർ യുദ്ധങ്ങളെക്കുറിച്ചാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഇതിൽ നമ്മൾ കർണാട്ടിക് യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ അതിൽ നമുക്ക് അടുത്ത് പറയേണ്ടത് മൈസൂർ യുദ്ധത്തെക്കുറിച്ചാണ്. അപ്പോൾ ഇത് കുറച്ചും കൂടി പറയുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് ഈ ഒരു യൂറോപ്യന്മാരുടെ വരവ് അല്ലെങ്കിൽ യൂറോപ്യന്മാരുടെ സംഭാവന എന്ന് പറയുന്ന നമ്മുടെ LDC 2024 സിലബസ് കംപ്ലീറ്റ് ആകുന്നതാണ്. അപ്പോൾ മൈസൂർ യുദ്ധങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാരും മൈസൂർ സുൽത്താൻമാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് മൈസൂർ യുദ്ധങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാരും മൈസൂർ സുൽത്താൻമാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് മൈസൂർ യുദ്ധങ്ങൾ. ദക്ഷിണേന്ത്യയിൽ ഇംഗ്ലീഷ് കമ്പനിക്ക് നേരിടേണ്ടി വന്ന പ്രബല ശക്തിയാണ് മൈസൂർ സുൽത്താൻമാർ. അപ്പോൾ ദക്ഷിണേന്ത്യയിൽ ഇംഗ്ലീഷ് കമ്പനിക്ക് നേരിടേണ്ടി വന്ന പ്രബല ശക്തി ആരാണ്? മൈസൂർ സുൽത്താൻമാരാണ്. അപ്പോൾ മൈസൂർ യുദ്ധങ്ങൾ നയിച്ച മൈസൂർ സുൽത്താൻമാരാണ് ഹൈദർ അലി. അപ്പോൾ മൈസൂർ യുദ്ധങ്ങൾ നയിച്ച മൈസൂർ സുൽത്താൻമാർ ഹൈദർ അലി എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ഹൈദർ അലിക്ക് മുൻപ് മൈസൂർ ഭരിച്ചിരുന്ന ഭരണാധികാരി ആരായിരുന്നു? കൃഷ്ണരാജ വോഡയാർ. അപ്പോൾ മൈസൂർ യുദ്ധങ്ങൾ നയിച്ച മൈസൂർ സുൽത്താനാണ് ഹൈദർ അലി. ഈ ഒരു ഹൈദർ അലിക്ക് മുൻപ് മൈസൂർ ഭരിച്ചിരുന്ന ഭരണാധികാരി ആരാണ്? കൃഷ്ണരാജ വോഡയാറാണ്. അപ്പോൾ മൈസൂർ യുദ്ധങ്ങൾ പറയുമ്പോൾ 1-ാം മൈസൂർ യുദ്ധമുണ്ട്, 2-ാം മൈസൂർ യുദ്ധമുണ്ട്, 3-ാം മൈസൂർ യുദ്ധമുണ്ട്, 4-ാം മൈസൂർ യുദ്ധമുണ്ട്. അപ്പോൾ മൈസൂർ യുദ്ധങ്ങൾ ആകെ 4 മൈസൂർ യുദ്ധങ്ങളാണുള്ളത്. അപ്പോൾ നമുക്ക് 1-ാമത്തെ മൈസൂർ യുദ്ധം നോക്കാം. 1-ാം മൈസൂർ യുദ്ധത്തിൻ്റെ കാലഘട്ടമാണ് 1767-നും 1769-നും. ആ ഒരു കാലഘട്ടത്തിലാണ് 1-ാം മൈസൂർ യുദ്ധത്തിൻ്റെ
കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാം മൈസൂർ യുദ്ധത്തിൻ്റെ കാലഘട്ടം എന്നാണ് 1767 ടു 1769. അപ്പോൾ ഒന്നാം മൈസൂർ യുദ്ധം നടന്നത് ഹൈദരാലിയും ബ്രിട്ടീഷുകാരും തമ്മിലാണ്. അപ്പോൾ ഒന്നാം മൈസൂർ യുദ്ധം നടന്നത് എന്നാണ് ആരുമായിട്ടാണ്? ഹൈദരാലിയും ബ്രിട്ടീഷുകാരും തമ്മിലാണ് ഒന്നാം മൈസൂർ യുദ്ധം നടന്നത്. ഒന്നാം മൈസൂർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെട്ടു. അപ്പോൾ ഒന്നാം മൈസൂർ യുദ്ധത്തിൽ നമ്മുടെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? പരാജയപ്പെട്ടു. ഒന്നാം മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണമാണ് മദ്രാസ് സന്ധി. 1769 മദ്രാസ് സന്ധി കാരണമാണ് ഒന്നാം മൈസൂർ യുദ്ധം അവസാനിക്കാൻ ഇടയായത്. അപ്പോൾ ഒന്നാം മൈസൂർ യുദ്ധത്തിൻ്റെ കാലഘട്ടമാണ് 1767 1769 ആ ഒരു കാലഘട്ടത്തിൽ. ഒന്നാം മൈസൂർ യുദ്ധം നടന്നത് ഹൈദരാലിയും ബ്രിട്ടീഷുകാരും തമ്മിലാണ്. അപ്പോൾ ഒന്നാം മൈസൂർ യുദ്ധത്തിൽ ഈ ഒരു ഹൈദരാലി എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തി. ഒന്നാം മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധിയാണ് മദ്രാസ് സന്ധി. അത് 1769. അടുത്തായിട്ട് രണ്ടാം മൈസൂർ യുദ്ധം. അപ്പോൾ രണ്ടാം മൈസൂർ യുദ്ധത്തിൻ്റെ കാലഘട്ടമാണ് 1780 1784 ആ ഒരു കാലഘട്ടം. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഇന്ന ദിവസം മുതൽ ഇന്ന ദിവസം വരെ കറക്റ്റ് യുദ്ധം ഉണ്ടാവുമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഏകദേശ കണക്കാണ് നമ്മൾ ചരിത്രത്തിൽ വർഷം പറയുന്നത്. അപ്പോൾ രണ്ടാം മൈസൂർ യുദ്ധത്തിൻ്റെ കാലഘട്ടം എന്നാണ് 1780 ടു 84. രണ്ടാം മൈസൂർ യുദ്ധത്തിൻ്റെ കാരണമെന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ മാഹി ആക്രമണമാണ്. രണ്ടാം മൈസൂർ യുദ്ധത്തിൻ്റെ കാരണം എന്താണ്? ബ്രിട്ടീഷുകാരുടെ മാഹി ആക്രമണമാണ്. രണ്ടാം മൈസൂർ യുദ്ധ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറലാണ് വാറൻ ഹേസ്റ്റിങ്സ്. അപ്പോൾ രണ്ടാം മൈസൂർ യുദ്ധ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. രണ്ടാം മൈസൂർ യുദ്ധ സമയത്തെ മൈസൂർ സുൽത്താനാണ് ഹൈദരാലി. അപ്പോൾ രണ്ടാം മൈസൂർ യുദ്ധ സമയത്തെ മൈസൂർ സുൽത്താൻ ആരാണ്? ഹൈദരാലിയാണ്. ഹൈദരാലി മരണമടഞ്ഞ വർഷമാണ് 1782. അപ്പോൾ ഹൈദരാലി മരണമടഞ്ഞ വർഷം എന്നാണ് 1782. അപ്പോൾ ഈ ഒരു ഹൈദരാലിയുടെ മരണശേഷം രണ്ടാം മൈസൂർ യുദ്ധം നയിച്ചത് നമുക്ക് എല്ലാവർക്കും പരിചിതനായ ടിപ്പു സുൽത്താനാണ്. അപ്പോൾ ഹൈദരാലിയുടെ മരണശേഷം രണ്ടാം മൈസൂർ യുദ്ധം നയിച്ചത് ആരാണ്? ടിപ്പു സുൽത്താനാണ്. രണ്ടാം മൈസൂർ യുദ്ധത്തിൽ ഹൈദരാലി പിടിച്ചെടുത്ത ബ്രിട്ടീഷുകാരുടെ അധീനതയിലുണ്ടായിരുന്ന പ്രദേശമാണ് അർക്കോട്ട്. അപ്പോൾ രണ്ടാം മൈസൂർ യുദ്ധത്തിൽ ഹൈദരാലി പിടിച്ചെടുത്ത ബ്രിട്ടീഷുകാരുടെ അധീനതയിലുണ്ടായിരുന്ന പ്രദേശമാണേത്? അർക്കോട്ട്. രണ്ടാം മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് മംഗലാപുരം സന്ധി. 1784 മംഗലാപുരം സന്ധി പ്രകാരമാണ് രണ്ടാമത്തെ മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണമായത്. അപ്പോൾ ഒന്നാം മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണമായത് മദ്രാസ് സന്ധിയാണ്. രണ്ടാം മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ഏതാണ്? മംഗലാപുരം സന്ധി. അപ്പോൾ രണ്ടാം മൈസൂർ യുദ്ധത്തിൻ്റെ കാലഘട്ടമാണ് 1780 84 ആ ഒരു കാലഘട്ടം. രണ്ടാം മൈസൂർ യുദ്ധത്തിൻ്റെ കാരണമാണ് ബ്രിട്ടീഷുകാരുടെ മാഹി ആക്രമണം. രണ്ടാം മൈസൂർ യുദ്ധ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറലായിരുന്ന വ്യക്തിയാണ് വാറൻ ഹേസ്റ്റിങ്സ്. രണ്ടാം മൈസൂർ യുദ്ധ സമയത്തെ മൈസൂർ സുൽത്താനാണ് ഹൈദരാലി. 1782 മരണമടഞ്ഞു. അപ്പോൾ ഈ ഹൈദരാലിയുടെ മരണശേഷം ടിപ്പു സുൽത്താനാണ് യുദ്ധം നയിച്ചത്. രണ്ടാം മൈസൂർ യുദ്ധത്തിൽ ഹൈദരാലി പിടിച്ചെടുത്ത ബ്രിട്ടീഷുകാരുടെ അധീനതയിലുണ്ടായിരുന്ന പ്രദേശമാണ് അർക്കോട്ട്. രണ്ടാം മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് മംഗലാപുരം സന്ധി. അത് 1784. അടുത്തായിട്ട് മൂന്നാം മൈസൂർ യുദ്ധമാണ്. അപ്പോൾ മൂന്നാം മൈസൂർ യുദ്ധത്തിൻ്റെ കാലഘട്ടമാണ് 1790 92. മൂന്നാം മൈസൂർ യുദ്ധത്തിൻ്റെ കാലഘട്ടം എന്നാണ് 1790 1792. അപ്പോൾ മൂന്നാം മൈസൂർ യുദ്ധത്തിൻ്റെ പ്രധാന കാരണമാണ് ടിപ്പുവിൻ്റെ തിരുവിതാംകൂർ ആക്രമണം. അപ്പോൾ നമ്മുടെ ഈ ഒരു രണ്ടാം മൈസൂർ യുദ്ധം വരെ നമ്മുടെ ബ്രിട്ടീഷുകാരാണ് ഇങ്ങോട്ട് ആക്രമിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മുടെ മൂന്നാം മൈസൂർ യുദ്ധമായപ്പോൾ എന്ത് ചെയ്തു? നമ്മുടെ ടിപ്പു സുൽത്താൻ തിരുവിതാംകൂർ ആക്രമിച്ചു. അപ്പോൾ മൂന്നാം മൈസൂർ യുദ്ധത്തിൻ്റെ പ്രധാന കാരണമാണ് ടിപ്പുവിൻ്റെ തിരുവിതാംകൂർ ആക്രമണം. അപ്പോൾ മൂന്നാം മൈസൂർ യുദ്ധ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറലായിരുന്നത് കോൺവാലിസ് ആണ്. അപ്പോൾ മൂന്നാം മൈസൂർ യുദ്ധ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറലായിരുന്ന വ്യക്തി ആരാണ്? കോൺവാലിസ്. മൂന്നാം മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് 1792 ശ്രീരംഗപട്ടണം സന്ധി. അപ്പോൾ മൂന്നാം മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ഏതാണ്? ശ്രീരംഗപട്ടണം സന്ധിയാണ്. അപ്പോൾ ശ്രീരംഗപട്ടണം സന്ധിയുടെ ഫലമായി ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുത്ത പ്രദേശമാണ് മലബാർ. അപ്പോൾ ശ്രീരംഗപട്ടണം സന്ധിക്ക് കാരണമായി ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുത്ത പ്രദേശം ഏതാണ്?
മലബാറാണ്. അപ്പോൾ മൂന്നാം മൈസൂർ യുദ്ധത്തിൻ്റെ കാലഘട്ടമാണ് 1790-92. മൂന്നാം മൈസൂർ യുദ്ധത്തിൻ്റെ പ്രധാന കാരണമാണ് ടിപ്പുവിൻ്റെ തിരുവിതാംകൂർ ആക്രമണം. മൂന്നാം മൈസൂർ യുദ്ധ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറലായിരുന്നത് കോൺവാലിസ് ആണ്. മൂന്നാം മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം സന്ധി. അത് 1792 ശ്രീരംഗപട്ടണം സന്ധിക്ക് ഫലമായി ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുത്ത പ്രദേശം ഏതാണ്? മലബാറാണ്. അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ നാലാം മൈസൂർ യുദ്ധത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നാലാം മൈസൂർ യുദ്ധം നടന്ന വർഷമാണ് 1799. അപ്പോൾ നാലാം മൈസൂർ യുദ്ധം നടന്ന വർഷം എന്നാണ് 1799. നാലാം മൈസൂർ യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ച വ്യക്തിയാണ് ആർതർ വെല്ലസ്ലി. അപ്പോൾ നാലാം മൈസൂർ യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ച വ്യക്തിയാരാണ്? ആർതർ വെല്ലസ്ലിയാണ്. ടിപ്പു സുൽത്താൻ്റെ മരണത്തിന് കാരണമായ യുദ്ധമാണ് നാലാം മൈസൂർ യുദ്ധം. അപ്പോൾ ടിപ്പു സുൽത്താൻ്റെ മരണത്തിന് കാരണമായ യുദ്ധം ഏതാണ്? നാലാം മൈസൂർ യുദ്ധമാണ്. നാലാം മൈസൂർ യുദ്ധത്തിൻ്റെ ഫലമായി എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ നമ്മുടെ മൈസൂർ പിടിച്ചെടുത്തു. അപ്പോൾ നാലാം മൈസൂർ യുദ്ധം നടന്ന കാലഘട്ടമാണ് 1799. നാലാം മൈസൂർ യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ചതാരാണ്? ആർതർ വെല്ലസ്ലി. ടിപ്പു സുൽത്താൻ്റെ മരണത്തിന് കാരണമായ യുദ്ധമാണ് നാലാം മൈസൂർ യുദ്ധം. നാലാം മൈസൂർ യുദ്ധത്തിൻ്റെ ഫലമായി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത പ്രദേശം ഏതാണ്? മൈസൂരാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ടിപ്പു സുൽത്താനെക്കുറിച്ച് കുറച്ച് നോക്കാം. അപ്പോൾ മൈസൂർ കടുവ അല്ലെങ്കിൽ ഷേർ ഇ മൈസൂർ എന്ന് വിളിക്കപ്പെടുന്ന അല്ലെങ്കിൽ അറിയപ്പെട്ടിരുന്ന ഭരണാധികാരിയാണ് ആര്? ടിപ്പു സുൽത്താൻ. ഇന്ത്യയിൽ ആദ്യമായി റോക്കറ്റ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താൻ. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് റോക്കറ്റിൻ്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താൻ. ശ്രീരംഗപട്ടണത്തിൽ ഫ്രഞ്ച് പതാക ഉയർത്താൻ അനുവാദം നൽകിയ ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താൻ. അപ്പോൾ ശ്രീരംഗപട്ടണത്തിൽ ഫ്രഞ്ച് പതാക ഉയർത്താൻ അനുവാദം നൽകിയ ഭരണാധികാരി ആരാണ്? ടിപ്പു സുൽത്താൻ. നമ്മുടെ ഫ്രഞ്ചുകാരുമായിട്ട് ഭയങ്കര ടൈപ്പായിരുന്നു ഈ ഒരു ടിപ്പു സുൽത്താൻ. അപ്പോൾ റോക്കറ്റിനെ കുറിച്ച് പരാമർശമുള്ള ടിപ്പു സുൽത്താൻ്റെ കൃതിയാണ് ഫാത്തുൽ മുജാഹിദീൻ. അപ്പോൾ റോക്കറ്റിനെ കുറിച്ച് പരാമർശമുള്ള ടിപ്പു സുൽത്താൻ്റെ കൃതിയാണ് ഫാത്തുൽ മുജാഹിദീൻ. ഇത് നമ്മുടെ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റോക്കറ്റിനെ കുറിച്ച് പരാമർശമുള്ള ടിപ്പു സുൽത്താൻ്റെ കൃതി ഏതാണ്? ഫാത്തുൽ മുജാഹിദീൻ. ടിപ്പു സുൽത്താൻ്റെ തലസ്ഥാന നഗരമായിരുന്നത് ശ്രീരംഗപട്ടണമാണ്. അപ്പോൾ നമ്മുടെ ടിപ്പു സുൽത്താൻ്റെ തലസ്ഥാന നഗരമായിരുന്നത് എവിടെയാണ്? ശ്രീരംഗപട്ടണമാണ്. ടിപ്പു സുൽത്താൻ്റെ മലബാറിലെ തലസ്ഥാനം ആയിരുന്നത് ഫറൂഖാബാദ്. ഇപ്പോൾ ടിപ്പു സുൽത്താൻ്റെ മലബാറിലെ തലസ്ഥാനം ആയിരുന്ന ഏതാണ്? ഫറൂഖാബാദ്. ഈ ഒരു ഫറൂഖാബാദിൻ്റെ പുതിയ പേരാണ് ഫറൂഖ് പട്ടണം. അപ്പോൾ ഫറൂഖാബാദിൻ്റെ പുതിയ പേരെന്താണ്? ഫറൂഖ് പട്ടണം. ടിപ്പു സുൽത്താനെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈനിക തലവനാണ് ആർതർ വെല്ലസ്ലി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ടിപ്പു സുൽത്താനെ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ നാലാം മൈസൂർ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈനിക തലവനാണ് ആർതർ വെല്ലസ്ലി. അപ്പോൾ ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്ന ആരാണ്? ആർതർ വെല്ലസ്ലി ആണ്. ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്ന ആരാണ്? ആർതർ വെല്ലസ്ലി. ടിപ്പു സുൽത്താൻ വധിക്കപ്പെട്ടതെന്നാണ് 1799 മെയ് 4. അപ്പോൾ ടിപ്പു സുൽത്താൻ വധിക്കപ്പെട്ടത് 1799 മെയ് 4. ടിപ്പു സുൽത്താൻ വധിക്കപ്പെട്ട മൈസൂർ യുദ്ധമാണ് നമ്മൾ നേരത്തെ പറഞ്ഞു നാലാം മൈസൂർ യുദ്ധം. ടിപ്പു സുൽത്താൻ വധിക്കപ്പെട്ട മൈസൂർ യുദ്ധമാണ് ഇത് നാലാം മൈസൂർ യുദ്ധം. ടിപ്പു സുൽത്താൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് ഓൾറെഡി എവിടെ ആയിരിക്കും? മൈസൂരിലാണ്. അപ്പോൾ ടിപ്പു സുൽത്താൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മൈസൂരിലാണ്. ടിപ്പു സുൽത്താൻ ജയന്തി ആഘോഷിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് കർണാടക. അപ്പോൾ ടിപ്പു സുൽത്താൻ ജയന്തി ആഘോഷിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. അപ്പോൾ നമ്മുടെ ടിപ്പു സുൽത്താൻ ഫ്രഞ്ച് വിപ്ലവകാരികളുടെ ജാക്കോബിയൻ ക്ലബ്ബിൽ അംഗമായിരുന്നു. അപ്പോൾ നമ്മുടെ ടിപ്പു സുൽത്താൻ ഏത് ക്ലബ്ബിൽ അംഗമായിരുന്നു? ഫ്രഞ്ച് വിപ്ലവകാരികളുടെ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ഫ്രഞ്ചുകാരുമായിട്ട് നമ്മുടെ ടിപ്പു സുൽത്താൻ നല്ലൊരു ടൈപ്പിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഫ്രഞ്ച് വിപ്ലവകാരികളുടെ ജാക്കോബിയൻ ക്ലബ്ബിൽ അംഗമായിരുന്ന ഇന്ത്യൻ ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താൻ. അപ്പോൾ നമ്മുടെ ടിപ്പു സുൽത്താൻ പറഞ്ഞൊരു വാക്കാണ് ജീവിതം മുഴുവൻ ആടിനെ പോലെ ജീവിക്കാതെ ഒരു ദിവസമെങ്കിലും സിംഹത്തെ പോലെ ജീവിക്കണം. അത് നമ്മുടെ ടിപ്പു സുൽത്താൻ പറഞ്ഞതാണ്. അടുത്ത് പറയുന്നത് ഫ്രഞ്ച് വിപ്ലവത്തെ അനുകൂലിച്ച് സ്വാതന്ത്ര്യത്തിൻ്റെ മരണം നട്ടത് ടിപ്പു സുൽത്താനാണ്. അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് വിപ്ലവത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അനുകൂലിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ മരം നട്ട വ്യക്തി ആരാണ്? ടിപ്പു സുൽത്താൻ ആണ്.
ടിപ്പു സുൽത്താൻ നട്ട സ്വാതന്ത്ര്യത്തിൻ്റെ മരം അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് ജാക്കോബിയൻ ട്രീ അല്ലെങ്കിൽ ലിബർട്ടി ട്രീ. അപ്പോൾ ടിപ്പു സുൽത്താൻ നട്ട സ്വാതന്ത്ര്യത്തിൻ്റെ മരം അറിയപ്പെടുന്ന മറ്റു പേരുകൾ എന്താണ്? ജാക്കോബിയൻ ട്രീ അല്ലെങ്കിൽ ലിബർട്ടി ട്രീ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു മൈസൂർ യുദ്ധങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ അടുത്ത് നോക്കേണ്ടത് മറാത്ത യുദ്ധങ്ങളാണ്. അപ്പോൾ മറാത്ത യുദ്ധങ്ങൾ തുടങ്ങാം. ബ്രിട്ടീഷുകാരും മറാത്ത വംശജരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് മറാത്ത യുദ്ധങ്ങൾ അല്ലെങ്കിൽ ആംഗ്ലോ മറാത്ത യുദ്ധങ്ങൾ. അപ്പോൾ ഈ മറാത്ത എന്ന് പറയുന്ന ആരൊക്കെയാണ്? നമ്മുടെ മഹാരാഷ്ട്ര, ഇപ്പോൾ നമ്മുടെ മഹാരാഷ്ട്ര ഏരിയയിൽ താമസിക്കുന്ന മറാത്ത വിഭാഗക്കാരാണ് എന്ത്? മറാത്താക്കാരെന്ന് പറയുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാരും മറാത്ത വംശവും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് മറാത്ത യുദ്ധങ്ങൾ അല്ലെങ്കിൽ ആംഗ്ലോ മറാത്ത യുദ്ധങ്ങൾ. അപ്പോൾ മറാത്ത യുദ്ധങ്ങൾ ഒന്നാം മറാത്ത യുദ്ധവും രണ്ടാം മറാത്ത യുദ്ധവും മൂന്നാം മറാത്ത യുദ്ധവും, അങ്ങനെ 3 മറാത്ത യുദ്ധങ്ങളാണ് ടോട്ടലായിട്ട് നടന്നത്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് ഒന്നാം മറാത്ത യുദ്ധത്തിൽ നമുക്ക് നോക്കാം. ഒന്നാം മറാത്ത യുദ്ധത്തിൻ്റെ കാലഘട്ടമാണ് 1775 1782. അപ്പോൾ ഒന്നാം മറാത്ത യുദ്ധത്തിൻ്റെ കാലഘട്ടം എന്നാണ് 1775 1782. ഒന്നാം മറാത്ത യുദ്ധത്തിൻ്റെ പ്രധാന കാരണമാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് മറാത്തയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ടത്. അപ്പോൾ ഒന്നാം മറാത്ത യുദ്ധത്തിൻ്റെ പ്രധാന കാരണം എന്താണ്? ബ്രിട്ടീഷ് ഗവൺമെൻറ് മറാത്തയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ടത്. ഒന്നാം മറാത്ത യുദ്ധസമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറലാണ് വാറൻ ഹേസ്റ്റിങ്സ്. അപ്പോൾ ഒന്നാം മറാത്ത യുദ്ധസമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറലായിരുന്ന വ്യക്തിയാണ് വാറൻ ഹേസ്റ്റിങ്സ്. ഒന്നാം മറാത്ത യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? പരാജയപ്പെട്ടു. ഒന്നാം മറാത്ത യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധിയാണ് സാൽബായ് സന്ധി. അപ്പോൾ ഒന്നാം മറാത്ത യുദ്ധം എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ പരാജയപ്പെട്ടു. അപ്പോൾ ഈ ഒന്നാം മറാത്ത യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധിയാണേത്? സാൽബായ് സന്ധി. അപ്പോൾ ഈ ഒരു സാൽബായ് സന്ധിയിൽ നമ്മുടെ ഈ ഒരു സാൽബായ് സന്ധിയിൽ ഏർപ്പെട്ട 2 പേരാണ് വാറൻ ഹേസ്റ്റിങ്സും പേഷ്വയും. അപ്പോൾ ഒന്നാം മറാത്ത യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധിയാണ് സാൽബായ് സന്ധി. അതിൽ നമ്മുടെ വാറൻ ഹേസ്റ്റിങ്സും പേഷ്വയുമായിട്ടാണ് സാൽബായ് സന്ധി ഒപ്പുവെച്ചത്. അപ്പോൾ ഒന്നുകൂടി ഒന്നാം മറാത്ത യുദ്ധത്തിൻ്റെ കാലഘട്ടം 1775 1782 ഈ ഒരു കാലഘട്ടമാണ്. ഒന്നാം മറാത്ത യുദ്ധത്തിൻ്റെ പ്രധാന കാരണമാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് മറാത്തയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ടത്. ഒന്നാം മറാത്ത യുദ്ധ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറലാണ് വാറൻ ഹേസ്റ്റിങ്സ്. ഒന്നാം മറാത്ത യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? പരാജയപ്പെട്ടു. ഒന്നാം മറാത്ത യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധിയാണ് സാൽബായ് സന്ധി. ഈ ഒരു സാൽബായ് സന്ധി വാറൻ ഹേസ്റ്റിങ്സും പേഷ്വയും തമ്മിലാണ് ഒപ്പുവെച്ചത്. അടുത്ത് നോക്കേണ്ടത് രണ്ടാം മറാത്ത യുദ്ധമാണ്. രണ്ടാം മറാത്ത യുദ്ധത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1803 1805. അപ്പോൾ രണ്ടാം മറാത്ത യുദ്ധത്തിൻ്റെ കാലഘട്ടം എന്നാണ് 1803 1805. പൂനെയിൽ ബ്രിട്ടീഷുകാർക്ക് അധികാരം ലഭിക്കാൻ കാരണമായ സന്ധിയാണ് ബാസിൽ സന്ധി. അപ്പോൾ പൂനെയിൽ ബ്രിട്ടീഷുകാർക്ക് അധികാരം ലഭിക്കാൻ കാരണമായ സന്ധി ഏത് സന്ധിയാണ്? ബാസിൽ സന്ധിയാണ്. ഈ ഒരു ബാസിൽ സന്ധി 1802 ഒപ്പുവെച്ചത്. ഈ ബാസിൽ സന്ധിയിൽ ഉണ്ടായിരുന്ന വ്യക്തികളാണ് പേഷ്വ ബാജിറാവും ബ്രിട്ടീഷുകാരും തമ്മിൽ. അപ്പോൾ ഈ ഒരു ബാസിൽ സന്ധി ഒപ്പുവെച്ചത് രണ്ടാം മറാത്ത യുദ്ധത്തിലാണ്. അപ്പോൾ ഈ ബാസിൽ സന്ധി ഒപ്പുവെച്ച വിഭാഗക്കാരാണ് പേഷ്വ ബാജിറാവും ബ്രിട്ടീഷുകാരും തമ്മിൽ. രണ്ടാം മറാത്ത യുദ്ധം അവസാനിച്ച ഉടമ്പടിയാണ് രാജ്ഘട്ട് ഉടമ്പടി. അപ്പോൾ രണ്ടാം മറാത്ത യുദ്ധം അവസാനിച്ച ഉടമ്പടി ഏതാണെന്ന് വെച്ചാൽ അതേത് ഉടമ്പടിയാണ്? 1805 രാജ്ഘട്ട് ഉടമ്പടി. രണ്ടാം മറാത്ത യുദ്ധം നയിച്ച ബ്രിട്ടീഷുകാരാണ് ആർതർ വെല്ലസ്ലിയും ജനറൽ ലേക്കും. അപ്പോൾ രണ്ടാം മറാത്ത യുദ്ധം നയിച്ച ബ്രിട്ടീഷുകാരാണ് ആര്? ആർതർ വെല്ലസ്ലിയും ജനറൽ ലേക്കും. ഒന്നുകൂടി, രണ്ടാം മറാത്ത യുദ്ധത്തിൻ്റെ കാലഘട്ടമാണ് 1803 1805. പൂനെയിൽ ബ്രിട്ടീഷുകാർക്ക് അധികാരം ലഭിക്കാൻ കാരണമായ സന്ധിയാണ് ബാസിൽ സന്ധി. ഈ ഒരു ബാസിൽ സന്ധി 1802 ഒപ്പുവെച്ചത്. പേഷ്വ ബാജിറാവും ബ്രിട്ടീഷുകാരും തമ്മിലായിരുന്നു ബാസിൽ സന്ധി ഒപ്പുവെച്ചത്. എന്നാൽ രണ്ടാം മറാത്ത യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് 1805 രാജ്ഘട്ട് ഉടമ്പടി. രണ്ടാം മറാത്ത യുദ്ധം നയിച്ച ബ്രിട്ടീഷുകാരാണ് ആർതർ വെല്ലസ്ലിയും ജനറൽ ലേക്കും. അപ്പോൾ ഒന്നാം മറാത്ത യുദ്ധത്തിൻ്റെ കാലഘട്ടം 1775 1782 നോർമലായിട്ട് മറാത്ത യുദ്ധത്തിൻ്റെ പ്രധാന കാരണം എന്തായിരുന്നു? ബ്രിട്ടീഷുകാർ മറാത്തയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ടത്. ഒന്നാം മറാത്ത യുദ്ധ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറലായിരുന്ന വ്യക്തിയാണ് വാറൻ ഹേസ്റ്റിങ്സ്. ഈ ഒരു ഒന്നാം മറാത്ത യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധിയാണ് സാൽബായ് സന്ധി. ഈ സാൽബായ് സന്ധിയിൽ ഒപ്പുവെച്ച വ്യക്തികളാണ് വാറൻ ഹേസ്റ്റിങ്സും പേഷ്വയും.
അടുത്തായിട്ട് രണ്ടാം മറാത്ത യുദ്ധം പറഞ്ഞു. 1803 1805 കാലഘട്ടത്തിലായിരുന്നു രണ്ടാം മറാത്ത യുദ്ധം. പൂനെയിൽ ബ്രിട്ടീഷുകാർക്ക് അധികാരം ലഭിക്കാൻ കാരണമായ സന്ധിയാണ് ബാസിൽ സന്ധി. ഈ ബാസിൽ സന്ധി 1802 നടന്നത്. പേഷ്വ ബാജിറാവും ബ്രിട്ടീഷുകാരും തമ്മിലായിരുന്നു ബാസിൽ സന്ധി ഒപ്പുവെച്ചത്. രണ്ടാം മറാത്ത യുദ്ധം അവസാനിച്ച ഉടമ്പടിയാണ് 1805 രാജ്ഘട്ട് ഉടമ്പടി. രണ്ടാം മറാത്ത യുദ്ധം നയിച്ച ബ്രിട്ടീഷുകാരാണ് ആർതർ വെല്ലസ്ലിയും ജനറൽ ലേക്കും. അടുത്ത് മൂന്നാം മറാത്ത യുദ്ധം. മൂന്നാം മറാത്ത യുദ്ധത്തിൻ്റെ കാലഘട്ടമാണ് 1817 1819. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നയങ്ങളും നഷ്ടപ്പെട്ട പ്രദേശങ്ങൾ വീണ്ടെടുക്കുവാനുള്ള മറാത്തക്കാരുടെ ശ്രമവുമാണ് മൂന്നാം മറാത്ത യുദ്ധത്തിൻ്റെ കാരണം. അപ്പോൾ എന്താണ് മൂന്നാം മറാത്ത യുദ്ധം? മൂന്നാം മറാത്ത യുദ്ധത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1817 1819 ആ ഒരു ടൈം പീരീഡാണ് പറയുന്നത്. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നയങ്ങളും നഷ്ടപ്പെട്ട പ്രദേശങ്ങൾ വീണ്ടെടുക്കുവാനുള്ള മറാത്തക്കാരുടെ ശ്രമവുമാണ് മൂന്നാം മറാത്ത യുദ്ധത്തിൻ്റെ പ്രധാന കാരണം. മറാത്ത വംശത്തിനുമേൽ ബ്രിട്ടീഷ് സൈന്യം പൂർണ്ണമായ ആധിപത്യം ഉറപ്പിച്ചത് മൂന്നാം മറാത്ത യുദ്ധത്തോടെയാണ്. മൂന്നാം മറാത്ത യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത ഇന്ത്യൻ പ്രദേശമാണ് പൂനെ. അപ്പോൾ മൂന്നാം മറാത്ത യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത ഇന്ത്യൻ പ്രദേശം ഏതാണ്? അത് പൂനെയാണ്. അപ്പോൾ ഇതാണ് മറാത്ത യുദ്ധങ്ങളെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഈ ഒരു മറാത്ത യുദ്ധത്തിൽ കുറച്ച് നമ്മുടെ സന്ധികളെക്കുറിച്ചാണ് നോക്കാനുള്ളത്. നമുക്ക് ലാസ്റ്റ് നോക്കാം. അടുത്ത് നോക്കേണ്ട ഒരു പോയിൻ്റാണ് ആംഗ്ലോ സിഖ് യുദ്ധങ്ങൾ. അപ്പോൾ ഒന്നാം ആംഗ്ലോ സിഖ് യുദ്ധത്തിൻ്റെ കാലഘട്ടമാണ് 1845 1846. ഈ ഒരു ടൈം പീരീഡ് കറക്റ്റ് എക്സാക്ട് ടൈം പീരീഡ് ആയിരിക്കില്ല, കാരണം ഒരു യുദ്ധമാണ്. അപ്പോൾ എപ്പോഴും വേണമെങ്കിലും ആ ഒരു കറക്റ്റ് എക്സാക്ട് ടൈം പീരീഡ് അല്ലായിരിക്കും. അപ്പോൾ ഒന്നാം ആംഗ്ലോ സിഖ് യുദ്ധത്തിൻ്റെ കാരണമാണ് പഞ്ചാബിൽ ബ്രിട്ടീഷുകാരുടെ കടന്നുകയറ്റം. അപ്പോൾ ഒന്നാം ആംഗ്ലോ സിഖ് യുദ്ധത്തിൻ്റെ കാരണം എന്താണ്? പഞ്ചാബിൽ ബ്രിട്ടീഷുകാരുടെ കടന്നുകയറ്റമാണ്. ഒന്നാം ആംഗ്ലോ സിഖ് യുദ്ധങ്ങൾ അവസാനിക്കാൻ കാരണമായ സന്ധിയാണ് ലാഹോർ സന്ധി. അപ്പോൾ ഒന്നാം ആംഗ്ലോ സിഖ് യുദ്ധങ്ങൾ അവസാനിക്കാൻ കാരണമായ സന്ധിയാണിത്, ലാഹോർ സന്ധി. രണ്ടാം ആംഗ്ലോ സിഖ് യുദ്ധത്തിൻ്റെ കാലഘട്ടമാണ് 1848 1849 ആ ഒരു ടൈം പീരീഡ്. പഞ്ചാബ് മേഖല പൂർണ്ണമായും ബ്രിട്ടീഷ് അധീനതയിൽ വന്ന യുദ്ധമാണ് രണ്ടാം ആംഗ്ലോ സിഖ് യുദ്ധം. ഡൽഹൌസി പ്രഭു പഞ്ചാബ് കീഴടക്കിയ വർഷമാണ് 1849. പഞ്ചാബിലെ ആദ്യ കമ്മീഷണറായ വ്യക്തിയാണ് സർ ജോൺ ലോറൻസ്. അപ്പോൾ ആംഗ്ലോ സിഖ് യുദ്ധങ്ങളെ നോക്കാം. ഒന്നാം ആംഗ്ലോ സിഖ് യുദ്ധത്തിൻ്റെ കാലഘട്ടം 1845 1846 ആ ഒരു ടൈം പീരീഡ്. ഒന്നാം ആംഗ്ലോ സിഖ് യുദ്ധത്തിൻ്റെ കാരണമാണ് പഞ്ചാബിൽ ബ്രിട്ടീഷുകാരുടെ കടന്നുകയറ്റം. ഒന്നാം ആംഗ്ലോ സിഖ് യുദ്ധങ്ങൾ അവസാനിക്കാൻ കാരണമായ സന്ധിയാണ് ലാഹോർ സന്ധി 1846. രണ്ടാം ആംഗ്ലോ സിഖ് യുദ്ധത്തിൻ്റെ കാലഘട്ടമാണ് 1848 1849. പഞ്ചാബ് മേഖല പൂർണ്ണമായും ബ്രിട്ടീഷ് അധീനതയിൽ വന്ന യുദ്ധമാണ് രണ്ടാം ആംഗ്ലോ സിഖ് യുദ്ധം. ഡൽഹൌസി പ്രഭു പഞ്ചാബ് കീഴടക്കിയ വർഷമാണ് 1849. പഞ്ചാബിലെ ആദ്യ കമ്മീഷണറാണ് സർ ജോൺ ലോറൻസ്. അടുത്ത പ്ലാസി യുദ്ധത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യുദ്ധമാണ് പ്ലാസി യുദ്ധം. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് ഇന്ത്യയിൽ അടിത്തറയിട്ട യുദ്ധമാണ് പ്ലാസി യുദ്ധം. അപ്പോൾ ബ്രിട്ടീഷ് സാമ്രാജ്യം ഇന്ത്യയിൽ അടിത്തറയിടാൻ കാരണമായ യുദ്ധമാണിത്, പ്ലാസി യുദ്ധം. പ്ലാസി യുദ്ധത്തിൻ്റെ പ്രധാന കാരണമാണ് ഇരുട്ടറ ദുരന്തം. അപ്പോൾ പ്ലാസി യുദ്ധത്തിൻ്റെ കാരണം എന്താണത്? ഇരുട്ടറ ദുരന്തമാണ്. ഈ ഇരുട്ടറ ദുരന്തമെന്ന് പറയുന്നത് കൊൽക്കത്തയിലെ വില്യം കോട്ടയും ബ്രിട്ടീഷ് ഫാക്ടറികളും പിടിച്ചെടുത്തതിനെ തുടർന്ന് പിടിയിലായ ഏകദേശം 120ഓളം വരുന്ന ബ്രിട്ടീഷ് പട്ടാളക്കാരെ ഇരുട്ടറയിലടച്ച് ശ്വാസം മുട്ടിച്ചു കൊന്ന കുപ്രസിദ്ധമായ സംഭവമാണ് ഇരുട്ടറ ദുരന്തം. ഈ ഒരു ഇരുട്ടറ ദുരന്തത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ബംഗാളിലെ നവാബായിരുന്ന സിറാജുദ് ദൗള. അപ്പോൾ ഈ പ്ലാസി യുദ്ധം നടന്ന വർഷമാണ് 1757 ജൂൺ 23. ഈ ഇരുട്ടറ ദുരന്തം നടന്ന വർഷമാണ് 1756. അപ്പോൾ 1756 ഇരുട്ടറ ദുരന്തം നടന്നു. 1757 പ്ലാസി യുദ്ധവും നടന്നു. പ്ലാസി യുദ്ധം നടന്നത് സിറാജുദ് ദൗളയും റോബർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യവും തമ്മിലാണ്. സിറാജുദ് ദൗളയുടെ പരാജയത്തെ തുടർന്ന് ബ്രിട്ടീഷുകാർ ബംഗാളിൽ രാഷ്ട്രീയാധികാരത്തിന് അടിത്തറയിട്ടു. യുദ്ധാനന്തരം ബംഗാളിലെ രാജാവായി ബ്രിട്ടീഷുകാർ അവരോധിച്ച സിറാജുദ് ദൗളയുടെ സേനാധിപനാണ് മിർ ജാഫർ. പ്ലാസി യുദ്ധസമയത്തെ മുഗൾ ഭരണാധികാരിയാണ് ആലംഗീർ രണ്ടാമൻ. അപ്പോൾ ഒന്നുകൂടി പറയാം, പ്ലാസി യുദ്ധത്തെക്കുറിച്ചാണ് പറയുന്നത്.
ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് ഇന്ത്യയിൽ അടിത്തറ പാകിയ യുദ്ധമാണ് പ്ലാസി യുദ്ധം. ഈ ഒരു പ്ലാസി യുദ്ധം നടന്ന വർഷമാണ് 1757 ജൂൺ 23. ഈ പ്ലാസി യുദ്ധത്തിൻ്റെ പ്രധാന കാരണമാണ് ഇരുട്ടറ ദുരന്തം. ഇരുട്ടറ ദുരന്തം നടന്നത് 1756 ഒരു വർഷം കഴിഞ്ഞ് 1757 പ്ലാസി യുദ്ധം നടന്നു. ഈ ഇരുട്ടറ ദുരന്തത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് സിറാജുദ്ദൗള, ബംഗാളിലെ നവാബായിരുന്നു. പ്ലാസി യുദ്ധം നടന്നത് സിറാജുദ്ദൗളയും റോബർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യവും തമ്മിലാണ്. സിറാജുദ്ദൗളയുടെ പരാജയത്തെ തുടർന്ന് ബ്രിട്ടീഷുകാർ ബംഗാളിൽ രാഷ്ട്രീയ അധികാരത്തിന് അടിത്തറയിട്ടു. യുദ്ധാനന്തരം ബംഗാളിലെ രാജാവായി ബ്രിട്ടീഷുകാർ അവരോധിച്ച സിറാജുദ്ദൗളയുടെ സേനാധിപനാണ് മിർ ജാഫർ. പ്ലാസി യുദ്ധ സമയത്തെ മുഗൾ ഭരണാധികാരിയായിരുന്ന വ്യക്തിയാണ് ആലംഗീർ രണ്ടാമൻ. അടുത്ത് നോക്കേണ്ടതാണ് ബക്സർ യുദ്ധം. അപ്പോൾ ബക്സർ യുദ്ധത്തെക്കുറിച്ച് നോക്കാം. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം ഊട്ടി ഉറപ്പിക്കാൻ കാരണമായ യുദ്ധമാണ് ബക്സർ യുദ്ധം. അപ്പോൾ 1764 ബക്സർ യുദ്ധം നടന്നത്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം ഊട്ടി ഉറപ്പിക്കാൻ കാരണമായ യുദ്ധമാണ് 1764 ബക്സർ യുദ്ധം. ബക്സർ യുദ്ധം നടന്നത് ഷൂജാ ഉദ് ദൗളയും ഹെക്ടർ മൺറോയുടെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യവും തമ്മിലാണ്. അപ്പോൾ ബക്സർ യുദ്ധം നടന്ന ആരുമാരുമായിട്ടാണ്? ഷൂജാ ഉദ് ദൗളയും ഹെക്ടർ മൺറോയുടെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യവും തമ്മിലാണ്. ബക്സർ യുദ്ധത്തിൽ ഷൂജാ ഉദ് ദൗളയെ പിന്തുണച്ച ഇന്ത്യൻ ഭരണാധികാരികളാണ് മിർ കാസിമും ഷാ ആലം സെക്കൻഡും. അപ്പോൾ ബക്സർ യുദ്ധത്തിൽ ഷൂജാ ഉദ് ദൗളയെ പിന്തുണച്ച ഇന്ത്യൻ ഭരണാധികാരികളാണ് മിർ കാസിമും ഷാ ആലം സെക്കൻഡും. ബക്സർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ബീഹാർ. അപ്പോൾ ബക്സർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എവിടെയാണ്? ബീഹാറാണ്. ബക്സർ യുദ്ധസമയത്തെ ബംഗാൾ ഗവർണർ ഹെൻറി വാൻസിറ്റാർട്ടാണ്. അപ്പോൾ ബക്സർ യുദ്ധസമയത്തെ ബംഗാൾ ഗവർണറായിരുന്ന വ്യക്തിയാണ് ഹെൻറി വാൻസിറ്റാർട്ട്. ബക്സർ തോൽവിയെ തുടർന്നുണ്ടായ ഉടമ്പടിയാണ് ഒന്നാം അലഹബാദ് ഉടമ്പടി. അപ്പോൾ ബക്സർ തോൽവിയെ തുടർന്നുണ്ടായ ഉടമ്പടി ഏതാണ്? ഒന്നാം അലഹബാദ് ഉടമ്പടി. ഇന്ത്യയിലെ ബ്രിട്ടീഷ് മേധാവിത്വം സുസ്ഥിരമാക്കിയ യുദ്ധമാണ് ബക്സർ യുദ്ധം. ഇന്ത്യയിലെ ബ്രിട്ടീഷ് മേധാവിത്വം സുസ്ഥിരമാക്കിയ യുദ്ധമാണ് ബക്സർ യുദ്ധം. ഒന്നുകൂടി ബക്സർ യുദ്ധം നോക്കാം. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം ഊട്ടിയുറപ്പിക്കാൻ കാരണമായ യുദ്ധമാണ് 1764 നടന്ന ബക്സർ യുദ്ധം. ബക്സർ യുദ്ധം നടന്നത് ഷൂജാ ഉദ് ദൗളയും ഹെക്ടർ മൺറോയുടെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യവും തമ്മിലാണ്. ബക്സർ യുദ്ധത്തിൽ ഷൂജാ ഉദ് ദൗളയെ പിന്തുണച്ച ഇന്ത്യൻ ഭരണാധികാരികളാണ് മിർ കാസിമും ഷാ ആലം സെക്കൻഡും. ബക്സർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ബീഹാർ. ബക്സർ യുദ്ധസമയത്തെ ബംഗാൾ ഗവർണറായിരുന്ന വ്യക്തിയാണ് ഹെൻറി വാൻസിറ്റാർട്ട്. ബക്സർ തോൽവിയെ തുടർന്നുണ്ടായ ഉടമ്പടിയാണ് ഒന്നാം അലഹബാദ് ഉടമ്പടി. അത് 1765. ഇന്ത്യയിലെ ബ്രിട്ടീഷ് മേധാവിത്വം സുസ്ഥിരമാക്കിയ യുദ്ധമാണ് ബക്സർ യുദ്ധം. അടുത്ത് നോക്കേണ്ടത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റായ പ്രധാന സന്ധികളെക്കുറിച്ചാണ്. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കിഴക്കൻ രാജ്യങ്ങളിലെ വ്യാപാരത്തിന് അനുമതി നൽകിയ ഉടമ്പടിയാണ് റോയൽ ചാർട്ടർ. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കിഴക്കൻ രാജ്യങ്ങളിലെ വ്യാപാരത്തിന് അനുമതി നൽകിയ ഉടമ്പടി ഏതാണ്? അത് റോയൽ ചാർട്ടറാണ്. ഒന്നാം കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധിയാണ് ആക്സല ചാപ്ലെ സന്ധി. അപ്പോൾ ഒന്നാം കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി ഏതാണ്? അത് ആക്സല ചാപ്ലെ സന്ധിയാണ്. രണ്ടാം കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധിയാണ് പോണ്ടിച്ചേരി സന്ധി. അപ്പോൾ രണ്ടാം കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധിയാണ് പോണ്ടിച്ചേരി സന്ധി. മൂന്നാം കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി പാരീസ് ഉടമ്പടി. അപ്പോൾ മൂന്നാം കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി ഏതാണ്? പാരീസ് ഉടമ്പടി. ഒന്നാം മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധിയാണ് മദ്രാസ് സന്ധി. അപ്പോൾ ഒന്നാം മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധിയാണ് മദ്രാസ് സന്ധി. രണ്ടാം മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധിയാണ് മംഗലാപുരം സന്ധി. രണ്ടാം മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധിയാണ് മംഗലാപുരം സന്ധി. മൂന്നാം മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധിയാണ് ശ്രീരംഗപട്ടണം സന്ധി. മൂന്നാം മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി ഏതാണ്? അത് ശ്രീരംഗപട്ടണം സന്ധിയാണ്. അടുത്ത് ഒന്നാം മറാത്ത യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധിയാണ് സാൽബായ് സന്ധി. ഒന്നാം മറാത്ത യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധിയാണ് സാൽബായ് സന്ധി. രണ്ടാം മറാത്ത യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് രാജ്ഘട്ട് ഉടമ്പടി. അപ്പോൾ രണ്ടാം മറാത്ത യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ഏതാണ്? അത് രാജ്ഘട്ട് ഉടമ്പടിയാണ്. ഒന്നാം ആംഗ്ലോ സിഖ് യുദ്ധങ്ങൾ അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ലാഹോർ സന്ധി. അപ്പോൾ ഒന്നാം ആംഗ്ലോ സിഖ് യുദ്ധങ്ങൾ അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് ഇത് ലാഹോർ സന്ധി.
ഒന്നുകൂടി, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കിഴക്കൻ രാജ്യങ്ങളിലെ വ്യാപാരത്തിന് അനുമതി നൽകിയ ഉടമ്പടിയാണ് റോയൽ ചാർട്ടർ. ഒന്നാം കർണാടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധിയാണ് ആക്സല ചാപ്ലെ സന്ധി. രണ്ടാം കർണാടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധിയാണ് പോണ്ടിച്ചേരി സന്ധി. മൂന്നാം കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധിയാണ് പാരീസ് ഉടമ്പടി. അത് കഴിഞ്ഞിട്ട് ഒന്നാം മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി മദ്രാസ് സന്ധി. രണ്ടാം മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി മംഗലാപുരം സന്ധി. മൂന്നാം മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധിയാണ് ശ്രീരംഗപട്ടണം സന്ധി. അടുത്തായിട്ടും മറാത്ത യുദ്ധത്തെക്കുറിച്ചാണ്. ഒന്നാം മറാത്ത യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധിയാണ് സൽബായ് സന്ധി. രണ്ടാം മറാത്ത യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് രാജ്ഘട്ട് ഉടമ്പടി. ഒന്നാം ആംഗ്ലോ സിഖ് യുദ്ധങ്ങൾ അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് ലാഹോർ സന്ധി. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ്. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നുള്ള മോക്ക് ടെസ്റ്റ് സീരീസ് ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.